ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ അപഗ്രഥന ക്ലാസ്സിൽ ഇന്ന് ബൈബിളിലെ 22ാമത്തെ പുസ്തകമായ ഉത്തമഗീതമാണ് നാം പരിശോധിക്കുന്നത്. ഉത്തമഗീതം 22ാമത്തെ പുസ്തകം, അതുപോലെ തന്നെ കാവ്യ പുസ്തകങ്ങളിൽ 5ാമത്തേത്. ഈ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ 17 പിന്നത്തെ 5 അങ്ങനെ 22 പുസ്തകങ്ങൾ പഠിച്ചു തീരുകയാണ്. ഇനി പഴയ നിയമത്തിൽ 17 പ്രവചന പുസ്തകങ്ങളാണുള്ളത്. അത് ഇതിന് ശേഷം നമുക്ക് പരിശോധിക്കാം. ഉത്തമഗീതം സോങ് ഓഫ് സോങ്സ് അല്ലെങ്കിൽ സോങ് ഓഫ് സോളമൻ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നതെങ്കിലും ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കാൻറ്റിക്കിൾസ്. ചില കൺകോർഡൻസുകളിലോ അല്ലെങ്കിൽ റെഫറൻസുകളിലോ ഒക്കെ നോക്കിയാൽ സോങ് എന്നുള്ളതിന് പകരം CANT എന്ന് ഇട്ടിരിക്കുന്ന നിങ്ങൾക്ക് കാണാം. അത് കാൻറ്റിക്കിൾസ് എന്നൊരു പേര് ഈ പുസ്തകത്തിനുള്ളത് കൊണ്ടാണ്. അത് കാൻറ്റിക്കം കാൻറ്റിക്കോറം എന്ന പദത്തിൽ നിന്നാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, വൾഗേറ്റ് എന്ന് പറയുന്ന ബൈബിൾ ഉണ്ടായ സമയത്താണ് കാൻറ്റിക്കം കാൻറ്റിക്കോറം എന്നുള്ള പേര് കൊടുത്തത്. അതിൻ്റെ അർത്ഥം ലഘു സ്തോത്രം, സങ്കീർത്തന ഗാനം, ലഘു സ്തോത്ര സങ്കീർത്തനം എന്നാണ്. അതുകൊണ്ടാണ് കാൻറ്റിക്കിൾസ് എന്ന് വിളിക്കുന്നത്. ലഘു സ്തോത്ര സങ്കീർത്തനം, അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആകെ 8 അധ്യായങ്ങൾ ഉള്ള ഈ സംഗീതം അല്ലെങ്കിൽ ഈ ഗീതം എഴുതിയത് ശലോമോനാണ്. ശലോമോൻ്റെ 3 പുസ്തകങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. ജ്ഞാനം സദൃശ്യവാക്യത്തിൽ, ഭോഷത്വം സഭാപ്രസംഗിയിൽ, സ്നേഹം ഉത്തമഗീതത്തിൽ. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ ശലോമോനാണ് എഴുതിയതെന്നുള്ളത് ക്ലിയർ ആകുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ശലോമോൻ്റെ ഉത്തമഗീതം എന്ന് ശലോമോൻ്റെ ഉത്തമഗീതം. അപ്പം പിന്നെ സംശയം വേണ്ട, ശലോമോൻ്റെ ഉത്തമഗീതം. 1 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൻ്റെ 32, 33 വാക്യങ്ങൾ നമ്മൾ ഈ ശലോമോൻ്റെ പുസ്തകങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് വായിക്കാറുണ്ടായിരുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ ഗീതങ്ങൾ 1005 എന്നാണ്. ഓർക്കുന്നുണ്ടോ? അവൻ പറഞ്ഞ സദൃശ്യവാക്യങ്ങൾ ഇത്ര, ഗീതങ്ങൾ ഇത്ര എന്നൊരു കണക്കുണ്ട്. 1 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൻ്റെ 32, 33 വാക്യങ്ങൾ. അവൻ 3000 സദൃശ്യവാക്യം പറഞ്ഞു. 3000 സദൃശ്യവാക്യം പറഞ്ഞു. മുഴുവൻ കിട്ടിയിട്ടില്ല എന്ന് സദൃശ്യവാക്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് ഓർക്കുക, 1000-നടുത്തേ കിട്ടിയിട്ടുള്ളൂ. അവന്റെ ഗീതങ്ങൾ 1005 ആയിരുന്നു. അവൻ്റെ ഗീതങ്ങൾ 1005, അത് മുഴുവൻ കിട്ടിയിട്ടില്ല. അതിലൊന്നാണ് ഉത്തമഗീതം എന്ന് പറയുന്നത്. ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയം സ്നേഹം എന്നുള്ളതാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. 8-ാം അധ്യായത്തിൻ്റെ 6, 7 വാക്യങ്ങളാണ് അതിൻ്റെ കീ ആയിട്ടിരിക്കുന്നത്. പ്രേമം മരണം പോലെ ബലമുള്ളതും. നമുക്ക് ആ വാക്യങ്ങൾ വായിക്കാം. 8-ാം അധ്യായത്തിൻ്റെ 6, 7 വാക്യങ്ങൾ. എന്നെ ഒരു മുദ്രമോതിരമായി നിന്റെ ഹൃദയത്തിന്മേലും ഒരു മുദ്രമോതിരമായി നിന്റെ ഭുജത്തിന്മേലും വെച്ചുകൊള്ളണമേ. പ്രേമം മരണം പോലെ ബലമുള്ളതും. പ്രേമം മരണം പോലെ ബലമുള്ളതും പത്നിവ്രത ശങ്ക പാതാളം പോലെ കടുപ്പമുള്ളതുമാകുന്നു. അതിന്റെ ജ്വലനം അഗ്നിജ്വലനവും. അതിന്റെ ജ്വലനം അഗ്നിജ്വലനവും ഒരു ദിവ്യജ്വാലയും തന്നെ. ഒരു ദിവ്യജ്വാലയും തന്നെ. ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുത്തുവാൻ പോരാ. ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുത്തുവാൻ പോരാ. നദികൾ അതിനെ മുക്കിക്കളയുകയില്ല. നദികൾ അതിനെ മുക്കിക്കളയുകയില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഈ പുസ്തകം നമുക്ക് നൽകുന്നത്. പുസ്തകം നൽകുന്ന സന്ദേശം ക്രിസ്തുവിന് തൻ്റെ സഭയോടുള്ള സംസർഗം അല്ലെങ്കിൽ ക്രിസ്തുവും സഭയും തമ്മിലുള്ള സ്നേഹ ബന്ധമാണ്. ആ സംസർഗത്തിൻ്റെ ആവശ്യകത, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ അവസ്ഥ എല്ലാം ഈ പുസ്തകം വിവരിക്കുന്നുണ്ട്. യൂണിയൻ ബിറ്റ്വീൻ ക്രൈസ്റ്റ് ആൻഡ് ദ റിഡീംഡ് പീപ്പിൾ ഓർ ദ ചർച്ച്. അപ്പം 73-ാം സങ്കീർത്തനം 25-ാം വാക്യത്തിൽ പറയുന്നത് 73:25, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഓർമ്മയുണ്ടോ വാക്യം? സങ്കീർത്തനം 73:25. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഇതാണ് ഈ പുസ്തകത്തിൻ്റെ വിഷയം. സ്വർഗത്തിൽ എനിക്ക് കർത്താവാണുള്ളത്, ഭൂമിയിലും കർത്താവിനെ അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ, ഈ വിവാഹ സമയത്ത് വിവാഹത്തിൽ പങ്കെടുക്കുന്ന വരനും വധുവും എടുക്കുന്ന ഒരു പ്ലഡ്ജുണ്ട് അല്ലെങ്കിൽ ഒരു ഉഭയസമ്മതമുണ്ട്. അവിടെ പറയാറുണ്ട്, ഇന്നു മുതൽ ഞാൻ നിൻ്റേതും നീ എൻ്റേതും നാം ഇരുവരും ദൈവത്തിൻ്റേതും ആയിരിക്കും. അതുപോലെ കർത്താവും നമ്മളും തമ്മിലുള്ള ആ യൂണിയനാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട പ്രമേയം. രൂത്തിൻ്റെ പുസ്തകം പഠിച്ചപ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 16, 17 വാക്യങ്ങൾ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നിൻ്റെ ജനം എൻ്റെ ജനം, നിൻ്റെ ദൈവം എൻ്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും, മരണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വിട്ടു പിരിയുകയില്ല. രൂത്തിൻ്റെ ആ തീരുമാനമുണ്ടല്ലോ. ഇതുപോലെ
നമ്മളും കർത്താവും തമ്മിലുള്ളൊരു ബന്ധം. രൂത്ത് 1-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പോരുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരികയില്ല. അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ നിൻ്റേതും നീ എൻ്റേതും നാം ഇരുവരും ദൈവത്തിൻ്റേതുമായിരിക്കും. ഈ ഒരു ചിന്തയാണ് ഈ ഉത്തമഗീതത്തിൽ മുഴച്ചു നിൽക്കുന്നത്. പുസ്തകത്തെ പഠന സൗകര്യത്തിനായിട്ട് വിഭജിക്കുന്നത് 5ആയിട്ടാണ്. സ്നേഹത്തിൻ്റെ 5 തലങ്ങളാണ് ഈ അധ്യായങ്ങളിലെല്ലാം കാണുന്നത്. സ്നേഹത്തിൻ്റെ തുടക്കം, പിന്നെ ചാഞ്ചാട്ടം, വളരുന്ന സ്നേഹം, രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹം, പക്വതയെത്തിയ സ്നേഹം. ഇങ്ങനെ സ്നേഹത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ, വിവിധ തലങ്ങളാണ് ഈ പുസ്തകത്തിലെ പ്രമേയം. അതിനെ വിഭജിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം മുതൽ 2-ന്റെ 7 വരെ സ്നേഹത്തിൻ്റെ ആരംഭം, ഇനീഷ്യൽ ലവ് എന്ന് വേണമെങ്കിൽ പറയാം. 2-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 3-ാം അധ്യായത്തിൻ്റെ 5 വരെ ഫോൾട്ടറിങ് ലവ് അല്ലെങ്കിൽ ചാഞ്ചാട്ട സ്നേഹം, സംശയം, ഇടർച്ച, വേച്ച് പോവുക, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞു നിൽക്കുന്ന ചാഞ്ചാട്ടത്തെയാണ് കാണുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം മുതൽ 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വരെ ഗ്രോയിങ് ലവ്, വളരുന്ന സ്നേഹം, വളർച്ച, വർധന, ശക്തി പ്രാപിക്കുക, ഉറയ്ക്കുക, ഈ കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം മുതൽ 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം വരെ രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹം, ട്രാൻസ്ഫോമിങ് ലവ്. 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെ മെച്യൂർ ലവ്, പക്വത എത്തിയ സ്നേഹം. അപ്പം ഈ സ്നേഹത്തിന് ഈ തലങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം. സ്നേഹം തുടങ്ങണം, ചിലപ്പോൾ ആദ്യകാലത്ത് അത് ചാഞ്ചാടുന്നതായിരിക്കാം, പക്ഷേ അത് വളരും, അത് പരസ്പരം രൂപാന്തരപ്പെടുത്തുന്നു, അവസാനം പക്വതയിലേക്ക് എത്തുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്നേഹത്തിൻ്റെ തലമാണ് ഈ പുസ്തകം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. നേരത്തെ ഈ പുസ്തകത്തെക്കുറിച്ച് ആദ്യം ഞാൻ പറഞ്ഞപ്പോൾ കാൻറ്റിക്കം കാൻറ്റിക്കോറം അല്ലെങ്കിൽ സങ്കീർത്തനം, ലഘു സ്തോത്ര സങ്കീർത്തനം എന്ന് പറഞ്ഞപ്പോൾ ഉത്തമഗീതത്തെക്കുറിച്ച് നമ്മൾ ഒന്നാമത് അറിഞ്ഞിരിക്കേണ്ടത് ഇതൊരൊറ്റ ഗീതമല്ല. നമുക്ക് പുസ്തകത്തിൽ ഒറ്റ ഗീതമായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും അധ്യായങ്ങളൊക്കെ തിരിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഒറ്റ ഗീതമല്ല ഇത്. ബുക്ക് ഓഫ് കാൻറ്റിക്കിൾസ്, ലഘു സ്തോത്ര സങ്കീർത്തനങ്ങളാണ്. ഏതാണ്ട് 5 മുതൽ 13 വരെ ചെറിയ ചെറിയ ഗാനങ്ങളാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. 45-ാം സങ്കീർത്തനം പരിചയമുണ്ടെങ്കിൽ കോരഹപുത്രന്മാരുടെ ഒരു ധ്യാനമാണ് ഈ 45-ാം സങ്കീർത്തനം. അതിൻ്റെ മുകളിൽ പ്രേമഗീതം എന്ന് എഴുതിയിട്ടുണ്ട്, എ സോങ് ഓഫ് ലവ്. സങ്കീർത്തനമല്ല വായിക്കേണ്ടത്, അതിൻ്റെ തലക്കെട്ട് വായിക്കുകയാണെങ്കിൽ ഒന്ന് വായിച്ചാൽ കോരഹപുത്രന്മാരുടെ ഒരു ധ്യാനം, കോരഹപുത്രന്മാരുടെ ഒരു ധ്യാനം, പ്രേമഗീതം. പ്രേമഗീതം കണ്ടോ, പ്രേമഗീതം, എ സോങ് ഓഫ് ലവ്. അതുപോലെ തന്നെയാണ് ഉത്തമഗീതവും ഇരിക്കുന്നത്. ഒരു താരതമ്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊരു പ്രേമഗീതമാണെങ്കിൽ അതിനൊരു നായകനും ഒരു നായികയും വേണമല്ലോ. അപ്പോൾ നായകൻ ആരാണ്? ഉത്തമഗീതത്തിലെ നായകൻ എൻ്റെ പ്രിയൻ എന്നാണ് അറിയപ്പെടുന്നത്, മൈ ബിലവഡ്. നായിക സ്നേഹം അല്ലെങ്കിൽ പ്രേമം, എൻ്റെ പ്രിയ എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് ചില വാക്യങ്ങൾ വായിച്ചാൽ അത് പെട്ടെന്ന് കാണാൻ സാധിക്കും. 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിച്ചാട്ടെ. 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ. കണ്ടോ, അപ്പം നായകനെയും നായികയെയും കാണാം. 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നോക്കിയാട്ടെ, നമുക്ക് ഒരേ വീണ്ടും തിരിച്ച് കാണാനായിട്ട്, എൻ്റെ പ്രാണപ്രിയനെ, എൻ്റെ പ്രാണപ്രിയനെ. 14-ാം വാക്യത്തിൽ എൻ്റെ പ്രിയൻ, എൻ്റെ പ്രിയൻ. 16-ാം വാക്യത്തിൽ എൻ്റെ പ്രിയനെ, എൻ്റെ പ്രിയനെ. 2-ന്റെ 3, എൻ്റെ പ്രിയൻ, എൻ്റെ പ്രിയൻ. 2-ന്റെ 8, 9, 10 വാക്യങ്ങളിലും ഉണ്ട് എൻ്റെ പ്രിയൻ, എൻ്റെ പ്രിയന്റെ സ്വരം, എൻ്റെ പ്രിയൻ, എൻ്റെ പ്രിയൻ, എൻ്റെ പ്രിയൻ, എൻ്റെ പ്രിയൻ. കണ്ടോ, അതാണ് നായകൻ. ഇനി 8-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഏറിയ വെള്ളങ്ങൾക്ക് പ്രേമത്തെ കെടുപ്പാൻ പോരാ, നദികൾ അതിനെ മുക്കിക്കളയുകയില്ല എന്ന് നമ്മൾ വായിച്ചല്ലോ. അപ്പം അവിടെ പ്രേമം നമ്മൾ കാണുന്നുണ്ട്. ഇനി എൻ്റെ പ്രിയ എന്നുള്ളത് 1-ന്റെ 9, 15 നമുക്ക് കാണാം. 1-ന്റെ 9, എൻ്റെ പ്രിയേ, എൻ്റെ പ്രിയേ. 15-ാം വാക്യം, എൻ്റെ പ്രിയേ, എൻ്റെ പ്രിയേ. 2-ന്റെ 2, 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, എൻ്റെ പ്രിയ, എൻ്റെ പ്രിയ. 4-ന്റെ 1, എൻ്റെ പ്രിയേ, എൻ്റെ പ്രിയേ. 7-ാം വാക്യം 4-ന്റെ 7, എൻ്റെ പ്രിയേ, എൻ്റെ പ്രിയേ, എൻ്റെ പ്രിയേ നീ സുന്ദരി. മനസ്സിലായോ? എൻ്റെ പ്രിയൻ, എൻ്റെ പ്രിയ. നായകനെയും നായികയെയും നമ്മുടെ കാണുന്നു. ഉത്തമഗീതം മനസ്സിലാക്കാനായിട്ട്
ഒന്നാമത് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ പാരബോളിക് സോങ്. പാരബോളിക് എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്ത രൂപകം. ഇതൊരു ദൃഷ്ടാന്ത രൂപകം ആണ്. ആ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വായിച്ചെങ്കിൽ മാത്രമേ ഈ പുസ്തകത്തിലെ ഇതിവൃത്തം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ചിലരൊക്കെ ഈ പുസ്തകം ബൈബിൾ വരേണ്ടതായിരുന്നില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇതിന് മുമ്പിലത്തെ പുസ്തകം നമ്മൾ സഭാപ്രസംഗി പഠിച്ചപ്പോഴും ഉത്തമഗീതം പഠിക്കുമ്പോഴൊക്കെ ഇതൊക്കെ ബൈബിളിൽ എന്തിനാ, ഇതൊന്നും ബൈബിളിൽ ചേരുന്ന പുസ്തകങ്ങളല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഇത് വേദപ്രമാണത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ പാർട്ട് ഓഫ് കാനൺ സ്ക്രിപ്ചർ. ഇത് കാനനൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ഇത് വേദപുസ്തകത്തിൽ വന്നിരിക്കുന്നത്. പിതാക്കന്മാർ വേദപുസ്തകം ക്രോഡീകരിച്ച സമയത്ത് യഹൂദന്മാരും അതുപോലെ തന്നെ സഭാപിതാക്കന്മാരും ഒരുപോലെ അംഗീകരിച്ചിട്ടുള്ളത് കൊണ്ട് ഇത് വേദപ്രമാണത്തിൻ്റെ അല്ലെങ്കിൽ കാനൻ്റെ ഭാഗമാണ് എന്ന് അറിഞ്ഞിരിക്കണം. എന്നാൽ വേദപുസ്തകത്തിൽ ഏറ്റവും നെഗ്ലക്റ്റഡ് ബുക്കുകളിൽ ഒന്നെന്ന് വേണമെങ്കിൽ പറയാം. കാരണം സാധാരണ ആരും അധികം വായിക്കാറില്ല, ഇതിൽ നിന്ന് കാര്യമായിട്ട് പ്രസംഗിക്കാറില്ല. ചിലർക്ക് ഈ പുസ്തകം ഒരു ബസ്സിൽ അല്ലെങ്കിൽ ഒരു എങ്ങനെയാണ് ഇതിനെ സമീപിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ അമ്പരന്ന് നിൽക്കുന്ന അവസ്ഥയൊക്കെ നമുക്ക് കാണാം. എന്നാൽ വേറൊരു സ്ഥലത്ത് നമ്മൾ നോക്കുമ്പോൾ ജഡീകന്മാരായിട്ടുള്ള ആളുകൾ ഇതിനെ മിസ്ഇൻറ്റർപ്രറ്റ് തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിട്ട് തരക്കേടില്ല ഇത് നമുക്ക് വായിക്കാം എന്ന് പറഞ്ഞ് തെറ്റായിട്ട് യൗവനക്കാരും ജഡീകന്മാരും ഒക്കെ ഇതിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഈ പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്നൊരു വാക്യം വായിച്ചാൽ ഇതിൻ്റെ ഒരു ഉത്തരം കിട്ടും. 2 പത്രോസ് 3-ാം അധ്യായം വളരെ പരിചിതമായിട്ടുള്ള വാക്യമാണ്. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ പത്രോസ് പറഞ്ഞു, അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ, വായിച്ചാട്ടെ, അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിക്കുവാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അപ്പോൾ നമുക്കിവിടെ പൗലോസിൻ്റെ പേരൊന്ന് മാറ്റുകയാണെങ്കിൽ, വായിക്കാനുണ്ട് കേട്ടോ, തീർന്നില്ല. നമ്മൾ അവിടെ വായിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ ശലോമോൻ തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അതിൽ ഗ്രഹിക്കാൻ പ്രയാസമുള്ള, അവയിൽ ഗ്രഹിക്കുവാൻ പ്രയാസമുള്ള ചിലതുണ്ട്. അപ്പോൾ ശലോമൻ എഴുതിയതിലുണ്ട്, പൗലോസ് എഴുതിയതിലുണ്ട്, പല ആളുകൾ എഴുതിയതിനകത്തും നമുക്ക് ഗ്രഹിക്കാൻ പ്രയാസമുള്ള പല കാര്യങ്ങളുണ്ട്. അറിവില്ലാത്തവരും, അതാണ് ശ്രദ്ധിക്കേണ്ടത്, അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരും ശേഷം തിരുവെഴുത്തുകളെ പോലെ തങ്ങളുടെ നാശത്തിനായി അതിനെ കോട്ടിക്കളയുന്നു. അതുകൊണ്ട് നമ്മളിതിനെ കോട്ടിക്കളയാനായിട്ട് നിൽക്കണ്ട, അത് ഉദ്ദേശിച്ചിരിക്കുന്ന അർത്ഥത്തിൽ തന്നെ ഗ്രഹിക്കാനായിട്ട് ശ്രമിക്കണം, അതിനായിട്ട് ഉത്സാഹിക്കണം. യഹൂദന്മാർ ഒരു 30 വയസ്സിന് താഴെയുള്ളവർ ഈ പുസ്തകം വായിക്കേണ്ടെന്നൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്. കാരണം വേണ്ടാത്ത ആശയങ്ങളിലൊക്കെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ അവർ ഇന്ന് ചാടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. എന്നാൽ അതിനൊരു മറുവശം ഉണ്ടെന്നുള്ള കാര്യമാണ് നമ്മൾ വാസ്തവത്തിൽ കാണേണ്ടത്. ദിസ് ബുക്ക് ഈസ് എ വണ്ടർഫുൾ പിക്ചർ ഓഫ് ഫിസിക്കൽ ഹ്യൂമൻ വെഡഡ് ലവ്. അതായത് ഈ പുസ്തകം ശരിക്കും നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ശാരീരിക സ്നേഹം, മാനുഷിക സ്നേഹം, വൈവാഹിക സ്നേഹം. വൈവാഹിക സ്നേഹം എന്ന് പറഞ്ഞപ്പോൾ ഈ വിവാഹ ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരുപാട് ആത്മീയവൽക്കരിക്കേണ്ട കാര്യമില്ല. അവരിരുവരും ഒരു ദേഹമായി തീരും. ഉൽപ്പത്തി മുതൽ നമ്മൾ അങ്ങോട്ട് വായിക്കുമ്പോൾ ഒരു ഫിസിക്കൽ ഫ്ലഷ്ലി ലവിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. അത് വികലമാകരുതെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഫിസിക്കൽ ലവ്, ഹ്യൂമൻ ലവ്, വെഡഡ് ലവ് എന്നീ 3 പദങ്ങൾ പറഞ്ഞത്. ശാരീരിക സ്നേഹം, മാനുഷിക സ്നേഹം, വൈവാഹിക സ്നേഹം. ഈ വിവാഹത്തിൽ ഒരു ശരീരബന്ധം എന്ന് പറയുന്നതുണ്ട് അല്ലേ? ഇരുവരും എന്തായി തീരുമെന്നാണ് പറഞ്ഞത്? ഒരാത്മാവായി തീരുമെന്നല്ല പറഞ്ഞത്. ആത്മാവിന് കല്യാണം ഇല്ല. ആത്മാവിന് കല്യാണം ഉണ്ടോ? ഇല്ല. ദൂതന്മാർക്ക് അങ്ങനെയല്ലേ കർത്താവ് പറഞ്ഞത്? ഒരു ദൈവദൂത തുല്യരാണ്, അവർക്ക് വിവാഹമില്ല, വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നില്ല. അപ്പോൾ ആത്മാവിനല്ല കല്യാണം, കല്യാണം ശരീരത്തിനാണ്. അങ്ങനെയാണെങ്കിൽ ശാരീരികമായിട്ടുള്ള മാനുഷികമായിട്ടുള്ള വൈവാഹിക സ്നേഹം എന്ന് പറയുന്നത് നാം ഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്. പറ്റിച്ചേരുന്ന ദൃഢബന്ധം, ഉപേക്ഷിക്കാൻ കഴിയാത്ത ഉറ്റ സ്നേഹം. വൈവാഹിക സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താ? പറ്റിച്ചേരുന്നതാണ്, ഇടയ്ക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തതാണ്. പിടികിട്ടുന്നുണ്ടോ? പറ്റിച്ചേരുന്ന ദൃഢമായിട്ടുള്ളൊരു ബന്ധമാണ്. ഉപേക്ഷിക്കാൻ ചിലരൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിപ്പുണ്ട്. ഞങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നുണ്ടല്ലോ, ഞങ്ങളത്ര പറ്റിച്ചേരുന്നില്ല. അത് നിങ്ങളുടെ കുഴപ്പമാണ്. വേദപുസ്തകം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ആണോ? അവരിരുവരും ഒരു ദേഹമായി തീരും. പിന്നെ ദൈവം യോജിപ്പിച്ചതിനെ വേർപിരിക്കരുത്. അപ്പം പറ്റിച്ചേരുന്നതും ദൃഢതയുള്ളതും ഒരുമിച്ച് പോകുന്നതുമായിട്ടുള്ള ഒരു സ്നേഹത്തെക്കുറിച്ചാണ് വെഡഡ് ലവ് അല്ലെങ്കിൽ വിവാഹ സ്നേഹം, വൈവാഹിക സ്നേഹം എന്ന് പറയുന്നത്. അത് പഠിക്കാൻ ഏറ്റവും നല്ലൊരു പുസ്തകമാണിത്. ഈ പുസ്തകം
മനുഷ്യൻ്റെ 2 തെറ്റായ ചിന്താഗതികളെ തിരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് ഉത്തരം തരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ പുസ്തകം പഠിച്ചപ്പോൾ കുറേ ഇസങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അതിൽ 2 ഇസങ്ങൾ, ഒന്ന് അസറ്റിസിസം, മറ്റേത് ഹെഡോണിസം. അസറ്റിസിസം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഉപേക്ഷ. പൗലോസ് ലേഖനത്തിൽ പൗലോസ് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടല്ലോ. ശരീരത്തിൻ്റെ ഉപേക്ഷയിൽ രസിക്കുന്നവർ, അതായത് ഇറ്റ് ഈസ് റോങ് ടു മാരി, കല്യാണം കഴിക്കുന്നത് തെറ്റാണ്, അതുകൊണ്ട് കല്യാണം വേണ്ട, ശരീരത്തെ ഉപേക്ഷിക്കുക. ശരീരത്തിന് ഇപ്പം നേരത്തെ പറഞ്ഞപ്പോൾ അല്പം മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ശരീരത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, ഫിസിക്കൽ ലവ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ആത്മീയം മാത്രം മതി എന്ന് പറഞ്ഞ് ശരീരത്തെ ഉപേക്ഷിക്കുന്ന ഒരു പ്രവണത. അങ്ങനെ പിന്നെ ശരീരം കർത്താവ് തരണ്ടായിരുന്നല്ലോ, അല്ലേ? ശരീരം തന്നത് എന്തിനാ? ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്, പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. ഇത് വേണം എന്നുള്ളത് കൊണ്ടാണല്ലോ. അതുകൊണ്ട് സ്ത്രീക്കും പുരുഷനും വ്യത്യസ്ത ശരീരം കൊടുത്തത് എന്തിനാ? ഇതൊക്കെ വേണ്ടത് കൊണ്ടാണ്. അതുകൊണ്ട് പുരുഷനിൽ സ്ത്രൈണഭാവമുണ്ട്, സ്ത്രീയിൽ പുരുഷഭാവമുണ്ട്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ആ സ്നേഹം, ആ വ്യക്തിത്വം പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് ശരീരം ഉപേക്ഷിക്കാൻ പാടില്ല. അസറ്റിസിസം ഈസ് റോങ്, അത് തെറ്റാണ്. ഹെഡോണിസം എന്ന് പറഞ്ഞാൽ സുഖജീവിത ദർശനം. സുഖജീവിത ദർശനം എന്ന് പറഞ്ഞാൽ അശുദ്ധ വികാരങ്ങളെ തൃപ്തിപ്പെടുത്തി ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വിചാരിച്ച് ജീവിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് രണ്ടും തെറ്റാണ്. മനസ്സിലായില്ലേ? ശരീരത്തിൻ്റെ ഉപേക്ഷയും തെറ്റാണ്, ശരീരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ചിന്തിക്കുന്നതും തെറ്റാണ്. അതുകൊണ്ട് ഈ 2 വാദഗതികളെയും ഈ പുസ്തകം തിരുത്തുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങളെയും തിരുത്തി ഇതെങ്ങനെ ഭംഗിയായിട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനാണ് ഈ വൈവാഹിക സ്നേഹം എന്ന് പറഞ്ഞത്. വെഡഡ് ലവ്. മനസ്സിലായോ? വെഡഡ് ലവ് ഈസ് വെരി വണ്ടർഫുൾ ആൻഡ് വെരി ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. വൈവാഹിക സ്നേഹം എന്ന് പറയുന്നത് അത്യന്തം അത്ഭുതകരമായിട്ടുള്ളതും മഹത്വപൂർണവുമായിട്ടുള്ള ഒരു അനുഭവമാണ്. ആ ലെവലിലേക്ക് നമ്മൾ പ്രവേശിക്കാത്തത് കൊണ്ടാണ് അതങ്ങനെ അനുഭവിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പല ചെറുപ്പക്കാരായിട്ടുള്ള പ്രഭാഷകരും യൗവനക്കാരായിട്ടുള്ള പ്രഭാഷകന്മാർ ഉത്തമഗീതത്തെ തൊടാനായിട്ട് അറയ്ക്കുകയും അത് വേണ്ട, അതെടുത്താൽ ശരിയാകില്ല എന്ന് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സൈഡുണ്ട്. എന്നാൽ ഇങ്ങേ സൈഡിൽ അതിനകത്ത് എന്താണുള്ളതെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ, ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഇത് വായിക്കുകയും അതിനെ ഡിസ്റ്റോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ വളച്ച് കോട്ടി ഒടിച്ച് കളയുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയും ഉണ്ട്. എന്നാൽ നാം ചിന്തിക്കുന്നതിനേക്കാൾ വളരെ ആഴമുള്ള അർത്ഥമുള്ള ഒരു പുസ്തകമാണ് ഉത്തമഗീതം എന്നൊരിക്കലും മറന്നു പോകരുത്. ആൻഡ് ദിസ് ബുക്ക് ഗിവ്സ് എ ഗ്ലോറിയസ് പിക്ചർ ഓഫ് അവർ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള നമ്മുടെ ഏറ്റവും ഉന്നതമായ, ഉദാത്തമായ, മഹത്വപൂർണ്ണമായിട്ടുള്ളൊരു ബന്ധത്തെയാണ് ഈ പുസ്തകം ചിത്രീകരിക്കുന്നത്. ഒരാൾക്ക് യേശുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പുസ്തകമാണ്, അതിൻ്റെ അർത്ഥം വേണ്ടതുപോലെ ഗ്രഹിച്ചാൽ. അതുകൊണ്ട് യഹൂദന്മാർ ഈ പുസ്തകത്തെ ദ ഹോളി ഓഫ് ഹോളീസ് ഓഫ് സ്ക്രിപ്റ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. എന്താ അർത്ഥം? വചനത്തിൻ്റെ അതിപരിശുദ്ധ ഭാഗം. അതുകൊണ്ടാണ് കൊച്ചു പിള്ളേരൊന്നും അങ്ങോട്ട് കയറണ്ടെന്ന് ഈ പറയുന്നത്. വചനത്തിൻ്റെ അതിപരിശുദ്ധ ഭാഗം. അതിപരിശുദ്ധ ഭാഗത്തേക്ക് എല്ലാവർക്കും പ്രവേശിക്കാൻ ഒക്കുകയല്ലോ. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും പ്രവേശിക്കാൻ ഒക്കുകയല്ല. നോട്ട് എവ്രി വൺ ഈസ് പെർമിറ്റഡ് ടു എൻ്റർ ഇൻ ടു വെഡഡ് ലവ്. ഈ വൈവാഹിക ബന്ധത്തിലേക്ക് തന്നെ പ്രവേശിക്കണമെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ളൊരു കൃപയും പ്രത്യേകമായിട്ടുള്ള ദൈവഹിതത്തിൻ്റെ വെളിപ്പാടും ഒക്കെ വേണമല്ലോ. അതില്ലാതെ കല്യാണം കഴിക്കുന്നതുകൊണ്ടാണ്, ഇല്ലാതെ ഇതിൽ പ്രവേശിക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ മനോഹാരിതം അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും, ആ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക അനുഭവമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, ഉത്തമഗീതം പഠിക്കുമ്പോൾ അതിന് 4 വ്യത്യസ്തമായിട്ടുള്ള അർത്ഥതലങ്ങൾ ഉണ്ടെന്നുള്ളത് അറിയണം. 4 വ്യത്യസ്ത അർത്ഥതലങ്ങൾ. ഒന്നാമത് നമ്മുടെ മുമ്പിൽ വൈവാഹിക സ്നേഹത്തിൻ്റെ ഉദാത്ത ശൃംഗം, സോങ് സെറ്റ്സ് ഫോർത്ത് ദ ഗ്ലോറി ഓഫ് വെഡഡ് ലവ് എന്ന് വേണമെങ്കിൽ പറയാം. വൈവാഹിക ജീവിതത്തിൻ്റെ, വൈവാഹിക സ്നേഹത്തിൻ്റെ ഒരു ഉദാത്തമായിട്ടുള്ള ശൃംഗം ഈ പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് ഗ്രഹിക്കേണ്ടത് യൂണിറ്റി. ദൈവം ഈ വിവാഹം തന്നെ വെച്ചിരിക്കുന്നത് എന്തിനാ? ഐക്യത. നമ്മളെങ്ങനെ, ദൈവത്തിൻ്റെ പല സ്ഥാപനങ്ങളുണ്ട്. ഓരോ സ്ഥാപനങ്ങളും, ദൈവം സ്ഥാപിച്ച സ്ഥാപനങ്ങളെ നിങ്ങൾ പരിശോധിച്ചാൽ കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു സ്ഥാപനമാണ്. അത് ഐക്യത പഠിക്കാനായിട്ടാണ്. ഇസ്രായേൽ ദൈവത്തിൻ്റെ ഒരു സ്ഥാപനമാണ്. എന്തിനാണ് ദൈവം ഇസ്രായേലിനെ അങ്ങനെ ഒരു സ്ഥാപനമായിട്ട്, ഒരു രാജ്യമായിട്ട് വെച്ചിരിക്കുന്നത് വെച്ചാൽ ഭരണം പഠിക്കാനായിട്ടാണ്. എങ്ങനെ ഭരിക്കണം, ദൈവം എങ്ങനെയാണ് ഭരിക്കുന്നത്, ആ ദൈവ ഗവൺമെൻറ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ സഭ ദൈവത്തിൻ്റെ ഒരു സ്ഥാപനമാണ്.
സഭ എന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എന്തെന്ന് പഠിക്കാനായിട്ടാണ്. അപ്പോൾ ഓരോ സ്ഥാപനത്തിനും ഓരോ ഉദ്ദേശമുണ്ട്. അങ്ങനെയാണെങ്കിൽ കുടുംബം എന്തിനാണ് ദൈവം വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഐക്യത, യൂണിറ്റി, അത് പഠിക്കാനായിട്ടാണ്. അതിൻ്റെ പ്രാധാന്യം എന്താണ്, യഥാർത്ഥത്തിലുള്ള സ്നേഹം എന്ത് എന്ന് ഗ്രഹിക്കാനായിട്ടാണ്. അതുകൊണ്ട് ഈ വൈവാഹിക ബന്ധത്തിൽ സംതൃപ്തനായൊരു ഭർത്താവിൻ്റെ ഹൃദയവും വിധേയത്വമുള്ള സമർപ്പണമുള്ള ഒരു ഭാര്യയുടെ ഹൃദയവും ആണ് വെളിപ്പെട്ട് വരുന്നത്. പക്ഷേ ഇന്ന് അനേകം ആളുകൾക്കും ആ സമർപ്പണമുള്ള ഭാര്യയുടെ ഹൃദയവും അതുപോലെ തന്നെ സംതൃപ്തനായ ഒരു ഭർത്താവിൻ്റെ ഹൃദയമൊക്കെ അല്ല കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ദിസ് ആൻ ഏജ് വേർ വി ഡു മൂവ്മെൻറ്റ്സ് ഫോർ സെക്ഷൽ ഫ്രീഡം. ലൈംഗിക സ്വാതന്ത്ര്യമാണ് പലരുടെയും പ്രധാനപ്പെട്ട. വിവാഹത്തെ തന്നെ പലരും ഇന്ന് കാണുന്നത് ലൈംഗികതയ്ക്കുള്ളൊരു സ്വാതന്ത്ര്യം, അതിനുള്ളൊരു ലൈസൻസ് എന്നാണ്. അതുപോലെ തന്നെ ഫ്രീ ലവ്, സ്വതന്ത്രമായിട്ടുള്ള സ്നേഹം എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് വിവാഹത്തെ പലരും കാണുന്നത്. പക്ഷെ കർത്താവ് ഈ വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ മനുഷ്യ ചരിത്രത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ അല്ല. തക്ക ഇണയെന്നല്ല പറഞ്ഞത്, തക്ക തുണയെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പം ഈ ആനിമൽ ലവ് ആണ് ഈ തക്ക ഇണ എന്ന് പറയും, ഇണചേരൽ. അങ്ങനെ ഇണചേരാൻ വേണ്ടി അല്ല പുരുഷനെയും സ്ത്രീയെയും കൂടെ, അതില്ലെന്നല്ല പറഞ്ഞത്. പക്ഷെ അതല്ല വിവാഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരമപ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്ന് അറിഞ്ഞിരിക്കണം. തക്ക ഇണയല്ല, തക്ക തുണയാണ് എന്ന് അറിഞ്ഞിരിക്കണം. പക്ഷേ യങ് ജനറേഷൻ ഈസ് ഗിയർഡ് ടു സെക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ വളർന്നു വരുന്ന തലമുറയൊക്കെ ലൈംഗികതയിലാണ് ആകൃഷ്ടരായി നിൽക്കുന്നത്. അതുകൊണ്ട് അവർ സ്നേഹത്തിൻ്റെ മറ്റു വശങ്ങളൊന്നും കാണുന്നില്ല. ലവ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം സെക്സ്. ലൈംഗികതയല്ല സ്നേഹം, സ്നേഹം ലൈംഗികതയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതുമല്ല എന്നും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് വൈവാഹിക സ്നേഹത്തിൻ്റെ ഉദാത്ത ശൃംഗം ഗ്രഹിക്കാൻ ഈ പുസ്തകം നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഇസ്രായേലിന് ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തിന് ഇസ്രായേലിനോടുള്ള സ്നേഹം ഒരു ഭാര്യാഭർത്തൃ ബന്ധം പോലെയാണ്. ഹോശേയുടെ പുസ്തകം പഠിച്ചാലും യെശയ്യാവിൻ്റെ പുസ്തകത്തിലുമൊക്കെ ഭർത്താവും ഭാര്യയുമായിട്ടുള്ളൊരു ബന്ധം പോലെ ഇസ്രായേലിന്. നമുക്ക് വേണമെങ്കിൽ ഒരു വാക്യം വായിക്കാം. യെശയ്യാവ് 54-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം മാത്രം വായിക്കുകയാണെങ്കിൽ, അതുകൊണ്ടാണ് അവർ പരസംഗം ചെയ്യുന്നത്, വിഗ്രഹാരാധനയ്ക്ക് പോകുന്നതൊക്കെ ദൈവത്തിന് സഹിക്കാൻ പറ്റാത്തതായിട്ട് വരുന്നത്. അവർ തമ്മിലുള്ള ബന്ധം, ഇസ്രായേലും ദൈവവും തമ്മിലുള്ള ബന്ധം. യെശയ്യാവ് 54-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഈ ബന്ധത്തെ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. ഉണ്ടോ? നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. ആ മറ്റു ലൈൻ മതിയല്ലോ. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. അപ്പോൾ നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്റെ ഭർത്താവും കൂടിയാണ്. മൂന്നാമതായിട്ട് പിക്ചർ ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ചർച്ച്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള സ്നേഹബന്ധം. സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. അത് നമുക്ക് ഉൾക്കൊള്ളാൻ പലപ്പോഴും കഴിയുകയില്ല. നമ്മളുടെ ഈ ഡൾ മൈൻഡ്, ഡെഡ് ഹാർട്ട്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ മന്ദബുദ്ധിയും മരവിച്ച മനസ്സും നമ്മുടെ വികൃതമായിട്ടുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള കാഴ്ചയും ഒക്കെ മാറ്റിയിട്ട് കർത്താവിൻ്റെ സ്നേഹം എങ്ങനെയാണ് നമ്മൾ അനുഭവിക്കേണ്ടത്, നമ്മളെങ്ങനെയാണ് കർത്താവിനെ സ്നേഹിക്കേണ്ടത് എന്നെല്ലാം കാണിച്ചു തരുന്ന ഒരു പുസ്തകമാണ്. ഒരു പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ്. ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, 1 വചനനിശ്ചയം, 2 യേശുവിനോടുള്ള വ്യക്തിപരമായ സ്നേഹബന്ധം. മനസ്സിലാവുന്നുണ്ടോ? ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ അതാണ് ഈ വചനം നമ്മളിങ്ങനെ പഠിക്കുന്നത്. വചനനിശ്ചയമുള്ളവരും യേശു ക്രിസ്തുവിനോടുള്ള വ്യക്തിപരമായ സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കുന്നവരുമായിട്ടാണ് വിശ്വാസികൾ ഇരിക്കേണ്ടത്. അപ്പോൾ ആ കാര്യത്തിന് നമ്മളെ ഒരുക്കുന്ന ഒരു പുസ്തകമാണ് ഉത്തമഗീതം എന്ന് ഓർക്കുക. ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. 4-മതായിട്ട് കർത്താവായ യേശു ക്രിസ്തുവും ഒരു വിശ്വാസിയും തമ്മിലുള്ള, ക്രിസ്തുവും വിശ്വാസിയും തമ്മിലുള്ള വിശുദ്ധ സംസർഗം എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത ബന്ധം. 42-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഇവിടെ ഒരു ചിത്രമുണ്ട്, മാൻ നീർത്തോടുകളിലേക്ക്. ആ ലൈൻ വിടുകയാണെങ്കിൽ അതിനടുത്ത ലൈനിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥം നോക്കുക. 42-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ്, ഇതാണ് മനസ്സിലായോ? എൻ്റെ ആത്മാവിൻ്റെ അഭിവാഞ്ച, അവനോട് പറ്റിച്ചേർന്ന്, മൈ സോൾ ഫോളോവത്ത് ഹാർഡ് ആഫ്റ്റർ ദീ. മനസ്സിലായോ? 63-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഈ ഒരു കാംക്ഷ ഓരോ വിശ്വാസിയുടെയും ഉള്ളിലുള്ളത്
കർത്താവിൽ തിരിച്ചറിയാം. ഈ ബന്ധത്തെയും ഈ പുസ്തകം കാണിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം പ്രസിദ്ധമാണല്ലോ. എന്താണ്? ഞാൻ ക്രിസ്തുവിനോടുകൂടെ. പക്ഷെ അതിൻ്റെ 2-ാം ഭാഗം അറിയാമോ? എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ. അപ്പോൾ ആ ഒരു ബന്ധം മനസ്സിലാക്കുമ്പോഴാണ് കമ്മ്യൂണിയൻ ബിറ്റ്വീൻ ആൻ ഇൻഡിവിജ്വൽ ക്രിസ്ത്യൻ ആൻഡ് ജീസസ് ക്രൈസ്റ്റ്. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ. അങ്ങനെ ഒരു ദൈവപുത്രനെ നമുക്ക് പരിചയമുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നോക്കുക. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ. മനസ്സിലായോ? അങ്ങനെ ഒരു ദൈവപുത്രനെ നമ്മൾ പരിചയപ്പെടണം. അങ്ങനെ ഒരാളെ നമ്മൾ പരിചയപ്പെടുമ്പോൾ എനിക്ക് എന്നെ തന്നെ അവനുമായിട്ട് ഏൽപ്പിച്ച് കൊടുക്കണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടാകും. അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ബിലീവർ ആൻഡ് ക്രൈസ്റ്റ്, ക്രിസ്തുവും ഒരു വ്യക്തിയും തമ്മിലുള്ള ആ പേഴ്സണൽ റിലേഷൻഷിപ്പ്, ആ വ്യക്തിബന്ധത്തെയാണ് ഇത് കാണിക്കുന്നത്. ആ വ്യക്തിബന്ധമുള്ള ആളുകൾ അത് വളരെ ഗ്ലോറിയസ് ആയിട്ടും വളരെ വണ്ടർഫുള്ളായിട്ടും ഒക്കെ അനുഭവിക്കും കേട്ടോ. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, ചിലർ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചൊക്കെ, കർത്താവ് പ്രാർത്ഥിച്ചെന്നുള്ളത് ശരിയാണ്, പക്ഷെ നമ്മുടെ ഇടയിലും ചില ആളുകൾ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്നതൊക്കെ കാണാറോ കേൾക്കാറോ ഒക്കെ ഉണ്ടോ? നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ നല്ലത്. ഈ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന ആളുകൾ പലപ്പോഴും തണുപ്പ് കാലാവസ്ഥയിൽ, ഉണർന്നിരിക്കാൻ പറ്റാത്ത ചൂടുള്ള അവസ്ഥയിൽ, പക്ഷെ അവർക്ക് തണുപ്പോ ചൂടോ ഒന്നും പ്രശ്നമല്ല, ഏത് കാലാവസ്ഥയിലും അവർക്ക് എന്തനുഭവിക്കണം? ഈ കർത്താവിൻ്റെ സാമീപ്യം പ്രാർത്ഥന എന്ന് പറയുന്നത് അതാ, ആ കർത്താവിൻ്റെ സാമീപ്യം അനുഭവിക്കുന്നതിനായിട്ട്. കാരണം അവൻ നമ്മളെ അത്രയധികം നമ്മളങ്ങോട്ട് സ്നേഹിച്ചതല്ല, അവനാണ് നമ്മളെ ആദ്യം സ്നേഹിച്ചത്. നമ്മളവനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. എങ്കിലും നമുക്കവനെ സ്നേഹിക്കണം. ഈ തരത്തിലുള്ള ഒരു വ്യക്തിയുടെ കർത്താവിനോടുള്ള ബന്ധം ഈ പുസ്തകത്തിലുണ്ട്. ഞാൻ അവനെക്കുറിച്ച് വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ, മറിയ കർത്താവിൻ്റെ മുമ്പിൽ വന്നൊരു സ്വച്ഛജട മാംസ്യ തൈലമുള്ള ഭരണി പൊട്ടിച്ചപ്പോൾ ആ വീട് മുഴുവൻ സൗരഭ്യം കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഈ പുസ്തകം ഒന്ന് പൊട്ടിച്ചാൽ എൻ്റെ ഹൃദയം നിറച്ച് സ്നേഹത്തിൻ്റെ സൗരഭ്യം നിറയുന്നത് കാണാൻ സാധിക്കും. തെറ്റായിട്ടുള്ളതല്ല, ശരിയായിട്ടുള്ള എനിക്ക് കർത്താവിനോടുള്ള സ്നേഹം നിറഞ്ഞു കഴിയുമ്പോൾ സ്നേഹത്തിൻ്റെ സൗരഭ്യം ഹൃദയമാകുന്ന മുറിയെ മുഴുവൻ നിറയ്ക്കുന്ന ഒരു പുസ്തകമാണ് ഈ ഉത്തമഗീതം എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മിക്കവാറും ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കുറച്ച് നിയമങ്ങളും കൽപ്പനകളും, പറയുന്നതിന് കൽപ്പന അനുസരിച്ചോ എന്നൊക്കെയല്ലേ ചോദിക്കുന്നത്. അപ്പം കുറച്ച് നിയമങ്ങളും കൽപ്പനകളും ചെയ്യേണ്ട ഡൂസ് ആൻഡ് ഡോൺസ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഞാനും കർത്താവും തമ്മിലുള്ളൊരു വ്യക്തിബന്ധമാണ്, ഒരു പ്രേമബന്ധമാണ്, ഒരു പ്രേമഗീതമാണ് അല്ലേ. അവൻ എനിക്ക് വേണ്ടി ജീവൻ വെച്ചു തന്നു, ഞാൻ അവനെ അല്ലാതെ ഒന്നും ആഗ്രഹിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, സ്വർഗത്തിൽ എനിക്ക് ആരാ ഉള്ളത്? ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നത്. ഞാൻ കുറേ നിയമങ്ങൾക്ക് വേണ്ടിയല്ല, കുറേ ചട്ടങ്ങൾക്ക് വേണ്ടിയല്ല. അങ്ങനെ ആയിപ്പോയി ഇപ്പോൾ. അതോർത്ത് ഞാൻ ദുഃഖിക്കുന്നു അല്ലേ. ക്രൈസ്തവ സഭയിൽ കുറേ ചട്ടങ്ങൾ, നിയമങ്ങൾ, പ്രമാണങ്ങൾ, കൽപ്പനകൾ, ഇതൊന്നും ഇല്ലാതാണ്. ഇതിനെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടാണ് കർത്താവ് തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി വെച്ചത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ ആരാ ഉള്ളത്? ഭൂമിയിലും കർത്താവാണ് ഉള്ളത്. അതുകൊണ്ട് അവൻ എനിക്ക് വേണ്ടി ജീവൻ വെച്ച് തന്നു, ഞാൻ അവന് വേണ്ടി ജീവിക്കുമെന്നുള്ള ഒരു പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റാണ് ഈ ക്രിസ്തീയ ജീവിതം. അത് ഏറ്റവും ഭംഗിയായിട്ട് ചിത്രീകരിക്കുന്നത് ഈ പുസ്തകത്തിലാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ പുസ്തകത്തിലെ കഥയൊന്ന് ഗ്രഹിക്കണം. അതുകൊണ്ട് നമുക്ക് ആ കഥയും കൂടി നോക്കുന്നത് നല്ലതാണ്. ഈ കഥ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പുസ്തകം ഒരു ആൻറ്റിഫണി, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആൻറ്റിഫണി എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് ഒരാളെ സംസാരിക്കുകയുള്ളൂ, ആ ആൾ സംസാരിച്ച് കഴിയുമ്പോൾ മറ്റേ ആൾ പ്രതികരിക്കും. അങ്ങനെ ഒരു രീതിയാണ് ഈ പുസ്തകം ഇതെല്ലാം മനസ്സിലാക്കിയാലാണ് പുസ്തകം ഗ്രഹിക്കാൻ സാധിക്കുന്നത്. ആൻറ്റിഫണി എന്ന് പറഞ്ഞാൽ ഒരാൾ സംസാരിക്കുന്നു, മറ്റേ ആൾ പ്രതികരിക്കുന്നു. വൺ ക്യാരക്ടർ സ്പീക്സ് ആൻഡ് ദി അതർ റെസ്പോൺസ്. ഒരാൾ സംസാരിക്കുന്നു, മറ്റേ ആൾ പ്രതികരിക്കുന്നു. അങ്ങനെയാണ് ഇത് അങ്ങനെയാണെങ്കിൽ സംസാരിക്കാനും പ്രതികരിക്കാനും കഥ ഞാൻ പറയാൻ പോവുകയാണ് ഈ പുസ്തകത്തിൽ. അപ്പോൾ ഈ കഥയിലെ കഥാപാത്രങ്ങളെ ആദ്യം പരിചയപ്പെടണം. ആരൊക്കെയാണ് ഈ പുസ്തകത്തിലെ കഥാപാത്രങ്ങളെന്ന് ചോദിച്ചാൽ, ഒന്നാമത് ഒരു യങ് ബ്രൈഡ്, യൗവനയുക്തയായ ഒരു മണവാട്ടിയുണ്ട്. അവളുടെ പേരാണ് ശൂലേം കാരത്തി. 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചാൽ മതി. 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഈ ക്യാരക്ടേഴ്സിനൊക്കെ നമുക്ക് കാണാം. മടങ്ങി വരിക. ശൂലേംകാരി ഉണ്ടോ? ശൂലേംകാരി, യങ് ബ്രൈഡ്, യൗവനയുക്തയായ ഒരു മണവാട്ടി. വായിച്ചോളൂ. ശൂലേംകാരി മടങ്ങി വരിക, ഞങ്ങൾ നിന്നെ ഒന്ന് കണ്ടുകൊള്ളട്ടെ. ഞങ്ങൾ എന്നവിടെ പറയുന്നത് ആരാ? യെരുശലേം പുത്രിമാർ, ഞങ്ങൾ. അതെല്ലാം ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഇവരൊക്കെ സംസാരിക്കും. ഈ ശൂലേംകാരത്തി സംസാരിക്കും, ഞങ്ങൾ അല്ലെങ്കിൽ യെരുശലേം പുത്രിമാർ സംസാരിക്കും, നിങ്ങൾ.
മഹനേമിലെ നൃത്തത്തെ പോലെ ശൂലങ്കാരിയെ കാണുവാൻ ആഗ്രഹിക്കുന്നതെന്തിന്? വായിച്ചു. പ്രഭുകുമാരി, ചെരിപ്പിട്ടിരിക്കുന്ന നിന്റെ കാൽ എത്ര മനോഹരം! നീ നിന്റെ ഉരുണ്ട നിതംബം തട്ടാന്റെ പണിയായ ഭൂഷണം പോലെ ഇരിക്കുന്നു. നിന്റെ നാഭി വട്ടത്തിലുള്ള പാനപാത്രം. താഴേക്ക് വായിക്കുമ്പോൾ ശൂലേങ്കാരത്തിയുണ്ട്, യെരൂശലേം പുത്രിമാരുണ്ട്, ഒരു മണവാളൻ അല്ലെങ്കിൽ പ്രിയൻ എന്നവിടെ പറയുന്നുണ്ട്. പ്രിയൻ, ഞങ്ങൾ ഉണ്ട്, പ്രിയൻ, മണവാളൻ പ്രിയനായിട്ടുണ്ട്. പിന്നെ ശൂലേങ്കാരത്തിയുടെ കുടുംബക്കാരുണ്ട്. കുടുംബക്കാരെന്ന് പറയുമ്പോൾ മരിച്ചുപോയ പിതാവ് അവിടെ ഇല്ല, പിതാവ് മരിച്ചു പോയതാണ്. മാതാവുണ്ട്, 2 പെൺമക്കളും 2 ആൺമക്കളും ഉണ്ട്. ഈ കഥ കൃത്യമായിട്ട് വായിച്ചു നോക്കിയാൽ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ കഥാപാത്രങ്ങളെ പരിചയപ്പെട്ടോ. ശൂലേങ്കാരത്തിയുണ്ട്, യെരൂശലേം പുത്രിമാരുണ്ട്, ശൂലേങ്കാരത്തിയുടെ കുടുംബക്കാരുണ്ട്, ഒരു പ്രിയൻ അല്ലെങ്കിൽ മണവാളനുണ്ട്. ശൂലേങ്കാരത്തിയുടെ കുടുംബക്കാരെന്ന് പറയുമ്പോൾ മാതാവും 2 പെൺമക്കളും 2 ആൺമക്കളുമാണുള്ളത്. പിതാവ് മരിച്ചുപോയി. അത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ആളുകളെ വെച്ചിട്ട്, ഈ കഥാപാത്രങ്ങളെ വെച്ചിട്ട് ഒരു സംഗീത നൃത്ത നാടകം വാസ്തവത്തിൽ യെരൂശലേമിലെ രാജകൊട്ടാരത്തിൽ അവതരിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെറ്റിംഗ് ഓഫ് ദ ഡ്രാമ, ഏത് ഡ്രാമയ്ക്കും ഒരു സെറ്റിങ്സ് വേണ്ടേ? കഥയും നാടകമൊന്നും അറിയാൻ മേലാത്ത ആൾക്ക് സെറ്റിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പിടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് യെരൂശലേമിലെ കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിൽ ഒരു സംഗീത നാടകം, ഓപ്പറ. ഇപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും ആളുകൾക്ക് അറിയാൻ പാടില്ല. പണ്ട് ഗ്രീക്കുകാരുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു നാടകം നടക്കുകയാണ്, സംഗീത നൃത്ത ശില്പം നടക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ആൻറ്റിഫണി, ഒരാൾ സംസാരിക്കുന്നു, മറ്റേ ആൾ പ്രതികരിക്കുന്നു, ഇങ്ങനെയാണത് പോകുന്നത്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ ഫ്ലാഷ് ബാക്കാണ്. അതിനെ അറിയാമോ പോലും? ഈ ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞു പോയ ചില കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ഈ കഴിഞ്ഞു പോയത് എന്താണ്, ഇപ്പോൾ ഉള്ളത് എന്താണ്, ഇതൊക്കെ ഗ്രഹിച്ചെങ്കിൽ ഈ കാൻറ്റിക്കിൾസ് അല്ലെങ്കിൽ ഈ ലഘുസ്തോത്ര സംഗീതത്തിലെ കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാനായിട്ട് കഴിയുള്ളൂ. പ്രീവിയസ് ടൈം, ഇതിന് മുമ്പ് സംഭവിച്ച, നിങ്ങൾ സിനിമയോ ഫിലിമോ കണ്ടിട്ടുള്ള അങ്ങനെയുള്ള ഇതൊക്കെ കറുപ്പിച്ച് കാണിക്കും അല്ലേ? കളർ ഫിലിം വന്നുകൊണ്ടിരിക്കുമ്പോൾ ചില പിക്ചേഴ്സൊക്കെ ബ്ലാക്കിൽ വന്നാൽ ഒന്നീ സ്വപ്നം കണ്ടതായിരിക്കും, അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്ക് പണ്ട് സംഭവിച്ചതായിരിക്കും. ഇങ്ങനെയൊക്കെ അറിയാമോ? അങ്ങനെയൊക്കെ അറിയാമെങ്കിലേ ഈ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ സംഗീത നാടകത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളുണ്ട്, നടക്കാനുള്ള കാര്യങ്ങളുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഗ്രീക്കുകാരുടെ ഒരു സംഗീത നൃത്ത നാടകം പോലെ ഒരു ചെറിയ സംഗീതവും നാടകവും എല്ലാം ചേരുന്ന ഒരു കാര്യമാണ് ഈ കഥയ്ക്കകത്ത് ഉള്ളത്. കഥയുടെ മുമ്പും പിമ്പുമുള്ള കാര്യങ്ങൾ പലത് ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട്. യെരൂശലേം പുത്രിമാർ എന്തിനാന്ന് ചോദിച്ചാൽ കോറസ് പാടാനായിട്ടാണ്. ഇപ്പോഴും അങ്ങനെയാണല്ലോ, കോറസ് പാടാനായിട്ട് പ്രധാന ഗായകൻ കൂടാതെ ഒരു കൂട്ടം ആളുകൾ കാണുകയല്ലേ. അപ്പോൾ കോറസ് പാടാനായിട്ട് യെരൂശലേം പുത്രിമാരുണ്ട്. മറ്റനേകം മനോഹര ദൃശ്യങ്ങളും ഈ ചിത്രത്തിനകത്ത്, ഈ സംഗീത നാടകത്തിനകത്തുണ്ട്. സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം പോലെ തന്നെ, സഭയും ക്രിസ്തുവും മാത്രമല്ല, അതിനോട് പെട്ട ഒത്തിരി വേറെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഏത് നാടകത്തിലും അല്ലെങ്കിൽ ഏത് നോവലിലും സിനിമയിലും ഒരുപാട് കഥാപാത്രങ്ങൾ കാണും. അങ്ങനെ ഇതിലും ഉണ്ട് എന്നറിഞ്ഞിരിക്കുക. നമുക്കങ്ങനെയാണെങ്കിൽ ചുരുക്കത്തിൽ ഈ കഥ ഒന്ന് നോക്കുകയാണെങ്കിൽ, ഒന്നാമത് അറിയേണ്ടത് 1-ാം അധ്യായത്തിൻ്റെ 5 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. 1-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ വായിക്കുക. യെരൂശലേം പുത്രിമാരെ, ഞാൻ കറുത്തവളെങ്കിലും കേദാര്യ കൂടാരങ്ങളെ പോലെയും ശലോമോന്റെ തിരശീലകളെ പോലെയും അഴകുള്ളവളാകുന്നു. അപ്പോൾ അവിടെ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ശൂലേംകാരത്തിയാണ് ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം എന്നുള്ളത് കൊണ്ട് ശൂലേംകാരത്തിയെ പരിചയപ്പെടുത്തുകയാണ്. എഫ്രൈം മലനാട്ടിലെ ഒരു കർഷക കുടുംബത്തിലെ അംഗമാണ് ശൂലേംകാരത്തി എന്ന് പറയുന്നത്. എഫ്രൈം മലനാട്ടിലെ ഒരു കർഷക കുടുംബത്തിലെ അംഗം. പക്ഷെ അവളിപ്പോൾ കറുത്തവളാണ്, അല്ലെങ്കിൽ ഇരുൾ നിറം. 5-ാം വാക്യത്തിലുണ്ടോന്ന് നോക്കിയാൽ കറുത്തവൾ. യെരൂശലേം പുത്രിമാരെ, ഞാൻ കറുത്തവൾ എങ്കിലും. 6-ാം വാക്യത്തിൽ പറയുന്നത് ഇരുൾ നിറം പറ്റിയവൾ. എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കുകയാലും. ഇരുൾ നിറം പറ്റിയവൾ, കറുത്തത് തന്നെയാണ് ഇരുൾ നിറം. ഇരുട്ടിന് കറുപ്പാണല്ലോ. എങ്കിലും 5-ാം വാക്യത്തിൽ പറഞ്ഞു അഴകുള്ളവൾ. ഉണ്ടോ 5-ാം വാക്യത്തിൽ? എങ്കിലും അഴകുള്ളവൾ ആകുന്നു. അപ്പോൾ കറുത്തവർക്കും സൗന്ദര്യമുണ്ട്, വെളുത്തവർക്കും സൗന്ദര്യമുണ്ട്. സൗന്ദര്യം നിറത്തിലല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് കറുത്തവൾ, ഇരുൾ നിറം പറ്റിയവൾ, എങ്കിലും അഴകുള്ളവൾ. പിന്നെ എങ്ങനെയാ ഇങ്ങനെ കറുത്തു പോയത്? 6-ാം വാക്യത്തിലുണ്ടല്ലോ, ഞാൻ വെയിൽ കൊണ്ട് കറുത്തു. ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കുകയാണ്. കഥ തെളിഞ്ഞു വരുന്നത് കാണുന്നുണ്ടോ? ഞാൻ വെയിൽ കൊണ്ട് കറുത്തു. എങ്ങനെയാണ് വെയിൽ കൊണ്ട് കറുത്തു പോയത്? കുടുംബത്തിലെ മൂത്ത മകളാണ് ശൂലേംകാരത്തി. മുന്തിരിത്തോട്ടം നോക്കാനായിട്ട് നിർബന്ധിതമായി. കാരണം നേരത്തെ പറഞ്ഞത് ഓർക്കണം, അപ്പൻ മരിച്ചുപോയി. കുടുംബം പുലർത്തുന്നതിനായിട്ട് മൂത്ത പുത്രിയായ ശൂലേംകാരത്തി ജോലി എടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ മുന്തിരിത്തോട്ടം നോക്കാൻ നിർബന്ധിതയായി. വെയിൽ കൊണ്ടാണ്, ജോലി ചെയ്താണ്
സുന്ദരിയായ ഈ പെൺകുട്ടി കറുത്തുപോയി ഇരുൾ നിറമായി, എങ്കിലും അവൾ അഴകുള്ളവൾ ആയിരുന്നു. അപ്പോൾ ഇതാണ് ശൂലേംകാരത്തിയെക്കുറിച്ച് നമ്മൾ അറിയേണ്ടത്. രണ്ടാമത് 8-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിലേക്ക് വരണം. 1-ാം അധ്യായത്തിൽ നിന്ന് അവിടെ ശലോമോന് ബൽഹോമിനിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു എന്ന് നാം കാണുന്നു. ശലോമോന് ബൽഹമോനിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ശലോമോന് ബൽഹാമോനിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ആ മുന്തിരിത്തോട്ടം അവൻ കാവൽക്കാരെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. വായിച്ചോളൂ. ആ മുന്തിരിത്തോട്ടം അവൻ കാവൽക്കാരെ ഏൽപ്പിച്ചു. അതിന്റെ പാട്ടമായി ഓരോരുത്തൻ 1000 പണം വീതം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അപ്പോൾ ശലോമോൻ ഈ മുന്തിരിത്തോട്ടം കാവൽക്കാരെ ഏൽപ്പിച്ചു, പാട്ടത്തിന് കൊടുത്തിരിക്കുകയായിരുന്നു. അതിൻ്റെ പാട്ടമായിട്ട് ഓരോരുത്തരും 1000 പണം വീതം കൊണ്ടുവരേണ്ടിയിരുന്നു. ഇവിടെയാണ് ശൂലേംകാരത്തി പണിയെടുത്തത്. അങ്ങനെയാണ് അവൾ കറുത്തുപോയത്. അതുകൊണ്ട് അവളൊരു ഹാർഡ് വർക്കിംഗ് അല്ലേ, കഠിനാധ്വാനിയായ ഒരു പെൺകുട്ടിയായിരുന്നു. എന്നാൽ കൊട്ടാരത്തിലെ പെണ്ണുങ്ങൾ തൊലി കറക്കാനായിട്ട് താല്പര്യപ്പെട്ടില്ല. അതുകൊണ്ട് അവർ വെയിലത്ത് വരികയില്ലായിരുന്നു. എന്നാൽ ഇവൾക്ക് ജീവിക്കാൻ വർക്ക് ചെയ്യേണ്ടി ഇരുന്നത് കൊണ്ട് 6-ാം വാക്യം, 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നോക്കിയാട്ടെ. എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി. എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കാലും. കണ്ടോ, ഇരുൾ നിറം പറ്റി, വെയിൽ കൊണ്ട് കറുത്തു. എന്നെ തുറച്ചു നോക്കരുത്. എന്റെ അമ്മയുടെ പുത്രന്മാർ എന്നോട് കോപിച്ചു. എന്റെ അമ്മയുടെ പുത്രന്മാർ. കണ്ടോ, അപ്പൊ 2 സഹോദരന്മാരുണ്ടെന്ന് പറഞ്ഞതൊക്കെ ഓർക്കുക. ഓക്കെ. എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി. എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തില്ല താനും. എന്താ എന്റെ അർത്ഥം? അതായത് എനിക്ക് എന്റെ തൊലി വെളുത്തതായിട്ട് തന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റിയില്ലെന്ന്. കാരണം എനിക്ക് ജോലി ചെയ്യണമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കിയത് കൊണ്ട് എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം നോക്കാൻ ഐ വാസ് നോട്ട് ഏബിൾ ടു ടേക്ക് കെയർ ഓഫ് മൈ ബ്യൂട്ടി. മനസ്സിലായോ? മറ്റേ കൊട്ടാരത്തിലുള്ളവരൊക്കെ അവരുടെ സൗന്ദര്യം നോക്കിയിരുന്നത് പോലെ എനിക്ക് എൻ്റെ സൗന്ദര്യം നോക്കി ഇരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എനിക്ക് വെയിലത്ത് പണിയെടുക്കേണ്ടതായിട്ട് വന്നു. എങ്കിലും ശൂലേംകാരത്തി ജന്മനാ സുന്ദരിയായിരുന്നു. 5-ാം വാക്യത്തിൽ കണ്ടല്ലോ, അഴകുള്ളവൾ. എന്നാൽ ആ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനായിട്ട് പറ്റിയില്ല. അവർക്ക് സ്ത്രീകൾക്ക് പലർക്കും ഉള്ള ആഗ്രഹമല്ലേ, എന്ത്? സൗന്ദര്യം വർദ്ധിപ്പിക്കണം. സഹോദരിമാർ സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവർക്കുള്ള സൗന്ദര്യം വർദ്ധിപ്പിക്കണം എന്നവർക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ കൊട്ടാരത്തിലുള്ളവർക്ക് അതിന് കഴിയും. ഈ സഹോദരിക്ക് അത് കഴിയുന്നില്ല. കാരണം അവൾ വെയിലത്ത് പണിയെടുക്കുകയാണ്. അവൾക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനായിട്ട് പറ്റിയില്ല. 8-ാം വാക്യം നോക്കിയാട്ട് 1-ാം അധ്യായത്തിൻ്റെ സ്ത്രീകളിൽ അതിസുന്ദരിയെ നീ അറിയുന്നില്ലെങ്കിൽ ആടുകളുടെ കാൽച്ചുവട് തുടർന്ന് ചെന്ന് ഇടയന്മാരുടെ കൂടാരങ്ങൾക്കരികെ നിന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അപ്പം കാര്യം കണക്ട് ചെയ്യണം. ശൂലേംകാരത്തി കഷ്ടപ്പെട്ട് പുറത്തുപോയി ജോലി ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് അവളുടെ സഹോദരന്മാർ അവളെ കൊണ്ട് വേറൊരു പണിയും കൂടെ ചെയ്യിപ്പിച്ചു. ആദ്യം നമ്മൾ പറഞ്ഞത് എന്ത് ജോലി ചെയ്യുന്നതായിട്ടാണ്? മുന്തിരിത്തോട്ടത്തിൽ പാട്ടം നോക്കി പണിയെടുക്കുന്നതായിട്ടാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ അവളെ കൊണ്ട് ആട് മേയിപ്പിച്ചു എന്ന് നാം വായിച്ചു. കേട്ടായിരുന്നോ? അങ്ങനെയാണ് കഥ കണക്ട് ചെയ്യേണ്ടത്. ആട് മേയിപ്പിച്ചു. അപ്പോൾ സ്ത്രീകളിൽ അതിസുന്ദരിയെ ഇടയന്മാരുടെ കൂടാരങ്ങളുടെ അരികെ നിന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അങ്ങനെയല്ലേ 8-ാം വാക്യത്തിൽ വായിച്ചത്? ഒന്നുകൂടെ വായിച്ച 8-ാം വാക്യം മനസ്സിലേക്ക് വരാൻ. സ്ത്രീകളിൽ അതിസുന്ദരിയെ നീ അറിയുന്നില്ലെങ്കിൽ ആടുകളുടെ കാൽച്ചുവട് തുടർന്ന് ചെന്ന് ഇടയന്മാരുടെ കൂടാരങ്ങളുടെ അരികെ നിന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അപ്പൊ അവൾ 2 ജോലി ചെയ്തു എന്ന് മനസ്സിലാക്കണം. മനസ്സിലായി? 2 ജോലി. എന്തൊക്കെയാണ് 2 ജോലി? 1 മുന്തിരിത്തോട്ടം കാത്തു, 2 ആട് മേയിച്ചു. ഗോട്ട് ദ പോയിന്റ്? 2 ജോലികൾ ചെയ്തു. മുന്തിരിത്തോട്ടം കാത്തു, ആട് മേയിച്ചു. ജോലി ചെയ്ത സ്ഥലം എവിടെയായിരുന്നു എന്ന് നോക്കിയാൽ സഞ്ചാരികളും വ്യാപാരികളും ഒക്കെ കൂട്ടമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു വഴിവക്കിലാണ്, ഒരു മലഞ്ചെരിവിലുള്ള വഴിവക്കിലാണ് അവൾ ജോലി ചെയ്തിരുന്നത്. യെരുശലേമിൽ നിന്ന് ദമസ്കോസിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ നമ്മുടെ ഈ മൂന്നാർ പോലെ ഇരിക്കും, ഒരു മലഞ്ചെരുവിൽ. മനസ്സിലായി? തലപൊക്കി നോക്കിയാൽ സഞ്ചാരികളെയും വ്യാപാരികളെയും ഒക്കെ കാണാനായിട്ട് കഴിയും. 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിച്ചാൽ അതിനെക്കുറിച്ചൊരു പിക്ചർ അവിടെ ഉണ്ട്. മൂറും കുന്തിരുക്കവും കൊണ്ട് കച്ചവടക്കാരൻ്റെ സകലവിധ സുഗന്ധ ചൂർണങ്ങൾ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്നു. മൂറും കുന്തിരിക്കവും കൊണ്ടും കച്ചവടക്കാരന്റെ സകലവിധ സുഗന്ധ ചൂർണങ്ങൾ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്ന പുകത്തൂൺ പോലെ മരുഭൂമിയിൽ നിന്ന് കയറി വരുന്നവനിവനാർ ശലോമോന്റെ പല്ലക്ക് തന്നെ. അവ ഈ സഞ്ചാരികളുടെ കൂട്ടത്തില് പല്ലക്കുകളിൽ വെയിൽ കൊള്ളാതെ സഞ്ചരിക്കുന്ന സുന്ദരിമാരായ കൊട്ടാരം കൊച്ചമ്മമാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അവർക്ക് വെയിൽ കൊള്ളാൻ താല്പര്യമില്ല, തൊലി കറക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് അവരെങ്ങനെ സഞ്ചരിക്കുന്നത്? പല്ലക്കുകളിലാണ്. പക്ഷേ ഈ സ്ത്രീ ആട്ടെ മുന്തിരിത്തോട്ടം നോക്കുന്നു, ആട് മേയ്ക്കുന്നു, അങ്ങനെ കഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ സഞ്ചാരികളുടെ കൂട്ടത്തിൽ നോക്കിയാൽ
ഒട്ടകപ്പുറത്തും, കഥ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം, ഒട്ടകപ്പുറത്തും ആനപ്പുറത്തും അമ്പാരിയിലുമൊക്കെ സഞ്ചരിച്ച ഒരുപാട് ആളുകളെ കാണാം. അവരൊക്കെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടാണ് സഞ്ചരിക്കുന്നത്. അതൊക്കെ ഈ പെങ്കൊച്ച് ജോലി ചെയ്യുന്നതിനിടയ്ക്ക് തലപൊക്കി ഇങ്ങനെ നോക്കും, അവളെ അതൊക്കെ ആകർഷിക്കുന്നുണ്ട്. പക്ഷെ തനിക്ക് അങ്ങനെയൊന്നും ആകാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മനസ്സിലായോ? വെയിൽ കൊള്ളാതിരിക്കാൻ കഴിയുന്നില്ല, ആടയാഭരണങ്ങൾ അണിയാൻ സാധിക്കുന്നില്ല, പല്ലക്കിനകത്ത് സഞ്ചരിക്കാൻ കഴിയുന്നില്ല, ഒട്ടകപ്പുറത്തും ആനപ്പുറത്തും അമ്പാരിയിലും കയറാൻ കഴിയുന്നില്ല. അതൊക്കെ കാണുമ്പം സ്വാഭാവികമായിട്ടും ഒരാഗ്രഹം, എനിക്കും ഇങ്ങനെയൊക്കെ ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഒരാഗ്രഹം. അത് മാത്രമല്ല, അവർ പോകുമ്പോൾ ഉണ്ടാകുന്ന സുഗന്ധം, മനസ്സിലായോ? മൂറും കുന്തിരുക്കവും കൊണ്ടുള്ള സകലവിധമായ സുഗന്ധ ചൂർണങ്ങൾ. അപ്പോൾ അത് ഇങ്ങനെ ഇവർ പോകുമ്പോഴൊക്കെ ആ ഒരു സ്മെല്ല് ഇങ്ങനെ പടക്കും. അപ്പോൾ ആ സുഗന്ധം അവൾ മണത്തു. എന്നാൽ അതിനൊന്നും അവൾക്ക് സൗഭാഗ്യമുണ്ടായില്ല. അവളൊരു സാധാരണ സൗന്ദര്യമുള്ള, എന്നാൽ വെയിൽ കൊണ്ട് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ മാത്രമായിട്ടിരിക്കുകയാണ്. എന്താ ജോലി ചെയ്യുന്നത്? മുന്തിരിത്തോട്ടം നോക്കണം, ആട് മേയ്ക്കണം. എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് ആട് മേയ്ക്കുന്നതിനിടയ്ക്ക് സുന്ദരനായ ഒരു ആട്ടിടയൻ പ്രത്യക്ഷപ്പെട്ടു. പെട്ടെന്നൊരു ആട്ടിടയൻ പ്രത്യക്ഷപ്പെട്ടു. അവളുമായിട്ട് സ്നേഹത്തിലായി, പ്രേമത്തിലായി. അതാണ് 8-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. നാരകത്തിൻ്റെ ചുവട്ടിൽ വെച്ച് പ്രേമം ഉണർന്നു. 8-5 വായിക്കാൻ നമുക്ക്. മരുഭൂമിയിൽ നിന്നും എൻ്റെ പ്രിയന്മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവളാർ, നാരകത്തിൻ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി. കണ്ടോ? നാരകത്തിൻ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി, അവിടെ വെച്ചല്ലോ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചത്. അപ്പോൾ അവിടെയാണ് ഇവർ കണ്ടുമുട്ടുന്നത്. എന്നിട്ടാണ് 8-ാം അധ്യായത്തിന് 6-ാം വാക്യമൊക്കെ നമ്മൾ വായിച്ചു തോർക്കുന്നുണ്ടോ? പ്രേമം മരണം പോലെ ബലമുള്ളത്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് അവിടെ പ്രേമം ഉണ്ടായി. ഈ വന്ന പ്രത്യക്ഷപ്പെട്ട ആട്ടിടയനും ഈ ശൂന്യംകാരത്തിയും തമ്മിൽ പ്രേമത്തിലായി, സ്നേഹത്തിലായി. അത് ഈ നാരകച്ചോട്ടിൽ വെച്ചാണ് സംഭവിച്ചത്. 2-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വരണം. ഇത് കഥയായതുകൊണ്ട്, ലഘു സങ്കീർത്തനമായതുകൊണ്ട് പലയിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഞ്ചരിക്കണം. 2-ലേക്ക് വന്നാൽ, മുള്ളുകളുടെ ഇടയിൽ താമര പോലെ, കന്യകമാരുടെ ഇടയിൽ എൻ്റെ പ്രിയ. വായിച്ചാട്ടെ. മുള്ളുകളുടെ ഇടയിൽ താമര പോലെ, കന്യകമാരുടെ ഇടയിൽ എൻ്റെ പ്രിയ ഇരിക്കുന്നു. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതാണ്. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, എൻ്റെ പ്രിയേ നീ സുന്ദരി, നീ സുന്ദരി തന്നെ. എൻ്റെ പ്രിയേ നീ സുന്ദരി, നീ സുന്ദരി തന്നെ. സോ ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് ക്രൈസ്റ്റ് ലവ് ഫോർ അസ്. അല്ലേ? ക്രിസ്തുവിന് നമ്മളോടുള്ള സ്നേഹം, നാം ക്രിസ്തുവിനെ എങ്ങനെ സ്നേഹിക്കണം എന്നൊക്കെ ഉള്ളതിൻ്റെ നല്ല ചിത്രമാണ് ഇവിടെ നാം കാണുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ, അതിൻ്റെ നിഴലിൽ ഞാൻ ഇരുന്നു, ഹൃദയം അവന് കൊടുത്തു എന്നൊക്കെ നാം വായിക്കുന്നുണ്ട്. അതിൻ്റെ നിഴലിൽ ഞാൻ അതിമോദത്തോടെ ഇരുന്നു. ഏതിൻ്റെ നിഴലിൽ? ഈ പ്രിയന്റെ സ്നേഹത്തിൻ്റെ നിഴലിൽ ഞാൻ ഇരുന്നു, അതിമോഹത്തോടെ അവിടെ ഇരുന്നു. അതിന്റെ പഴം എനിക്ക് രുചി മധുരമായിരുന്നു. അവളുടെ ഹൃദയം അവന് കൊടുത്തു. അവർ തമ്മിലുള്ള സ്നേഹം വളരെ ഉദാത്തമായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഷീ ഗേവ് ഹെർ ഹാർട്ട് ഫോർ ദിസ് പേഴ്സൺ. ഈ പ്രത്യക്ഷപ്പെട്ട ആട്ടിടയനായിട്ട് അവൾ അവൻ്റെ ഹൃദയം കൊടുത്തു. അവിടെയാണ് പ്രിയ, പ്രേമം അല്ലെങ്കിൽ മണവാട്ടി എന്ന പദം നാം കാണുന്നത്. പ്രിയൻ, ബിലവഡ്, മണവാളൻ എന്ന പദം കാണുന്നുണ്ട്. ഇങ്ങനെ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് അവരുടെ ഉള്ളിൽ സ്നേഹവും പ്രേമവും ഉണർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു മാഡ് ലവ്, ഭ്രാന്തൻ സ്നേഹം എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ലേ? കർത്താവിനെ കണ്ടവർക്കൊക്കെ അങ്ങനെയാണ്. അതിനാണ് ഈ ആദ്യ സ്നേഹം എന്ന് പറയുന്നത്. ഭ്രാന്തൻ സ്നേഹം, എന്ത് വേണമെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യാൻ. കർത്താവ് എപ്പോഴും നമ്മളെ ഒരുപോലെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവിനെ അങ്ങനെ സ്നേഹിക്കാനായിട്ടുള്ള ഒരു ഹൃദയം, ഭ്രാന്തൻ സ്നേഹം എന്നാണ് ഞാനതിനെ കൈൻഡ് ഓഫ് മാഡ് ലവ്, അത് ഉണ്ടായി. അത് തന്നെയാണ് ഈ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് കർത്താവ് പറഞ്ഞത്. 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവളുള്ളവൾ. എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൾ. അവൻ താമരകളുടെ ഇടയിൽ ആടുമേയ്ക്കുന്നു. സോ ഇറ്റ് ഈസ് പിക്ചറിങ് എ വണ്ടർഫുൾ പേഴ്സണൽ റിലേഷൻഷിപ്പ്. അത്യത്ഭുതകരമായിട്ടുള്ള ഒരു വ്യക്തി ബന്ധത്തെയാണ് ഇത് ചിത്രീകരിക്കുന്നത്. ഇവർ തമ്മിലുള്ള സ്നേഹബന്ധം അങ്ങനെ വളർന്നു വരുമ്പോൾ ഒരു ദിവസം ഹി ടുക്ക് ഹെർ ഫോർ എ ഡിന്നർ. അവളെ ഒരു പ്രത്യേക തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതിനായിട്ട് ഒരു ഡിന്നറിന് കൊണ്ടുപോകുന്നതായിട്ട് നാം കാണുന്നത്. അവർ നാട്ടിൻ പുറത്തോടൊക്കെ സഞ്ചരിച്ച് അങ്ങനെ ചെത്തി. അപ്പോൾ അങ്ങനെ ചെന്നപ്പോഴാണ് ഇവൻ വെറും ഒരു ഇടയൻ ആണെന്ന് ഇവൾ കരുതിയെങ്കിലും അങ്ങനെയല്ല, ഇയാളൊരു പ്രമുഖനാണെന്ന് അവൾക്ക് ബോധ്യം വരുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് ചെന്നു. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു. എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. അപ്പോൾ അവിടെ ആ വീഞ്ഞു വീട്ടിൽ അവനുമായിട്ട് ആ ഡിന്നർ കഴിച്ചപ്പോഴാണ്, ആ ഭക്ഷണം കഴിച്ചപ്പോഴാണ് ഇവനൊരു പ്രമുഖനാണെന്നും
ഇവൻ്റെ സ്നേഹം ഒരു പ്രത്യേകതരം സ്നേഹമാണെന്നും അവൻ എൻ്റെ മേൽ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നെന്നും ഒരു പ്രത്യേക തരത്തിലുള്ള ആട്ടിടയനാണെന്നും ഒക്കെയുള്ള കാര്യം കണ്ടെത്തുന്നത്. എന്താണ് ഈ ആട്ടിടയൻ്റെ പ്രത്യേകതയെന്ന് ചോദിച്ചാൽ, ആട്ടിടയൻ എന്ന് പേരുണ്ടെങ്കിലും എന്തില്ല? ആടുകളില്ല. ആടുകളെ മേയ്ക്കാനായിട്ട് ഇവൾ പോകുന്നത് പോലെ ഈ ആട്ടിടയൻ വരുന്നത് കാണുന്നില്ല. ഒരു പ്രമുഖനായതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? പ്രമുഖനായതുകൊണ്ട് ആട്ടിടയനാണെങ്കിലും ആടുകളെ മേയ്ക്കുന്നതിനായിട്ട് കാണുന്ന 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിച്ചാൽ, എൻ്റെ പ്രാണപ്രിയനെ പറഞ്ഞു തരിക, നീ ആടുകളെ മേയ്ക്കുന്നത് എവിടെ? എൻ്റെ പ്രാണപ്രിയനെ പറഞ്ഞു തരിക, നീ ആടുകളെ മേയ്ക്കുന്നത് എവിടെ? ഉച്ചയ്ക്ക് കിടത്തുന്നത് എവിടെ? എനിക്കാണെങ്കിൽ ആട് മേയ്ക്കാൻ ആടുകളുണ്ട്, അതിൻ്റെ സ്ഥലമുണ്ട്, ഉച്ചയ്ക്ക് കിടത്താൻ സ്ഥലമുണ്ട്, വെള്ളം കുടിപ്പിക്കാൻ സ്ഥലമുണ്ട്. പക്ഷേ എൻ്റെ പ്രാണപ്രിയനെ ഒരു കാര്യം പറഞ്ഞതാ, നീ ആടുകളെ മേയ്ക്കുന്നത് എവിടെ? നീ ഉച്ചയ്ക്ക് എവിടെയാണ് അവയെ കിടത്തുന്നത്? അപ്പോൾ അതൊന്നും കാണാത്തത് കൊണ്ട് ഇതൊരു സാധാരണ ഇടയനല്ല, ഒരു അസാധാരണ ഇടയനാണ് എന്നവൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം ഈ ഇടയൻ ഇത്രയും സ്നേഹമൊക്കെ കൊടുത്തു, അവൾക്ക് ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്തു, ചില ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകി, എല്ലാത്തിനൊന്നും മറുപടി കൊടുത്തില്ല. ഒരു ദിവസം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഇനി കുറച്ച് നാളത്തേക്ക് നിന്നെ വിട്ട് ദൂരെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്, എന്നാൽ പിന്നെയും മടങ്ങി വന്ന് നിന്നെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു. നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ അല്ലേ, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യഹൂദന്മാരുടെ രീതി അനുസരിച്ച് അങ്ങനെ ഒരു സ്നേഹവും പ്രേമബന്ധമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, വിവാഹം തീരുമാനിച്ചാൽ പിന്നീട് വീടൊരുക്കിയെങ്കിൽ മാത്രമേ കല്യാണം കഴിച്ച ആളെ അങ്ങോട്ട് കൊണ്ടുപോകാനൊക്കെ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ഇവിടെ ദ്യോതിക്കുകയാണ്. ഒരു ദിവസം പറഞ്ഞു, ഞാൻ ഇനി കുറച്ച് നാളത്തേക്ക് ദൂരെ പോവുകയാണ്, എന്നാൽ ഒരു ദിവസം ഞാൻ വന്ന് നിന്നെ എൻ്റെ അടുക്കൽ ചേർക്കും. ദിവസങ്ങൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി, എന്നാൽ ഒന്നും സംഭവിച്ചില്ല. പക്ഷെ ഇവളെന്ത് ചെയ്തു? ശൂലേങ്കാരത്തി എന്ത് ചെയ്ത് കാണും? ഷീ കെപ്റ്റ് ഓൺ വെയിറ്റിംഗ്. ഈ സ്നേഹം യഥാർത്ഥത്തിലുള്ള സ്നേഹമായതുകൊണ്ട് അവൾ കാത്തിരുന്നു, അല്ലേ? നമ്മളിന്ന് കാത്തിരിക്കുന്നത് പോലെ കർത്താവ് നമ്മളോട് പറഞ്ഞേച്ചു പോയി, നമ്മൾ പക്ഷെ ആളുകൾ പരിഹസിക്കുന്നുണ്ട്, എവിടെ അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പക്ഷെ നമുക്ക് മടുപ്പ് വരുന്നില്ല. അവൻ നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട്, നാം അവനെ സ്നേഹിക്കുന്നതുകൊണ്ട് നാം കാത്തിരിക്കുന്നത് പോലെ. അവസാനം ആളുകളൊക്കെ പറയാൻ തുടങ്ങി, നീ അവൻ്റെ ബന്ധുക്കാർ പറഞ്ഞു കാണും, വീട്ടുകാർ പറഞ്ഞു കാണും, നീ വെറും ഒരു നാടൻ പൊട്ടി പെണ്ണാണ്, നിനക്ക് കാര്യങ്ങളൊന്നും ഗ്രഹിക്കാനുള്ള പ്രാപ്തിയില്ല, ഇതൊക്കെ വെറും ഒരു തോന്നലാണ്, വെറുതെ അവനിൽ ഇങ്ങനെ ഉടക്കി അവനെ പ്രതീക്ഷിച്ച് അവനെ പ്രേമിച്ച് ഒക്കെ ഇരുന്നാലൊന്നും നടക്കാൻ പോകുന്നില്ല. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് പോലെ, അവൻ്റെ പ്രത്യക്ഷയുടെ വാഗ്ദത്തം എവിടെ? സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരിക്കുന്നത്. നിനക്കെന്തോ പ്രേമം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ആ പ്രേമിച്ചവൻ എവിടെ? അവനെ ഏതാണ്ട് ഒരു ഊണൊക്കെ മേടിച്ച് തന്നിട്ട് അവൻ സ്ഥലം വിട്ടു. ഇനി അവനെ കാത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല, നീ നിൻ്റെ കാര്യം നോക്കണം, ഇതൊക്കെ വെറും ഒരു മറിപ്പാണ് എന്നൊക്കെ ആളുകൾ അവളോട് പറഞ്ഞു. അത് തന്നെയാണ് നമ്മളിവിടെ വായിക്കുന്നത്. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം ഇവിടെ. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ ഒരുപാട് പരിഹാസങ്ങൾ നേരിടേണ്ടി വന്നു. വീട്ടിൽ നിന്ന് പരിഹാസം, നാട്ടിൽ നിന്ന് പരിഹാസം, കൂട്ടുകാരോടൊക്കെ ചിലരോട് പറഞ്ഞു കാണും എനിക്കിങ്ങനെ ഒരു പ്രേമബന്ധം ഉണ്ടെന്ന്. അവരൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? എന്നിട്ട് എവിടെ നിൻ്റെ പ്രിയൻ എവിടെ? അവൻ എന്തിയെ എന്നൊക്കെ ചോദിച്ച് പരിഹസിക്കുക. എത്ര നാളായി പോയിട്ട് അവനെ കാണാനില്ലല്ലോ, ഇനി വരുമോ എന്നൊക്കെ ചോദിച്ച് അവനെ പരിഹസിക്കാൻ. ബട്ട് ഷീ കെപ്റ്റ് ഓൺ ട്രസ്റ്റിംഗ് ഹിം, ലവിങ് ഹിം, ആൻഡ് ഷീ ഡ്രംഡ് അബൌട്ട് ഹിം ആൻഡ് വെയിറ്റഡ് ഫോർ ഹിം. അവൾ എന്ത് ചെയ്തു? അവൾ ആ പ്രിയനെ ആശ്രയിച്ചു, സ്നേഹിച്ചു, അവനെ സ്വപ്നം കണ്ടു, അവന് വേണ്ടി കാത്തിരുന്നു. ഇതാണ് നമ്മളും കർത്താവിന് വേണ്ടി ചെയ്യേണ്ടത്. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചാട്ടെ. രാത്രി സമയത്ത് എന്റെ കിടക്കയിൽ ഞാൻ എന്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു. കണ്ടോ? രാത്രി സമയത്ത് എന്റെ കിടക്കയിൽ ഞാൻ എന്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു. ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടില്ല താനും. ഞാൻ അവനെ അന്വേഷിച്ചു, അവനെ കണ്ടില്ല താനും. ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ അനുഭവം നമുക്കുണ്ടോന്ന്? ഡു യു റിയലി ഫീൽ ദാറ്റ് യു മിസ് ഹിം? ഡു യു ലോങ് ഫോർ ഹിം? എന്നൊക്കെ നമ്മളോട് തന്നെ ചോദിക്കണം. ഈ പെങ്കൊച്ച് ചെയ്തതുപോലെ, ശൂലേങ്കാരി ചെയ്തതുപോലെ രാത്രി സമയത്ത് എൻ്റെ കിടക്കയിൽ എന്താ നമ്മൾ ചിന്തിച്ചു കൊടുക്കുന്നത്? എന്താ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ എൻ്റെ പ്രിയനെ അന്വേഷിച്ചു, ഞാൻ അവനെ അന്വേഷിച്ചു, അവനെ കണ്ടില്ല താനും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു, നിൻ്റെ നാമത്തിനായിട്ടും നിൻ്റെ സ്മരണയ്ക്കായിട്ടും ഞങ്ങളുടെ ഉള്ളം വാഞ്ചിക്കുന്നു. എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു,
എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവ് കൊണ്ട് തന്നെ ഞാൻ ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കും. ഈ വാക്യം കേൾക്കുക. ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹമുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകട്ടെ. എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു. എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു. എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവ് കൊണ്ട് തന്നെ, എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവ് കൊണ്ട് തന്നെ ഞാൻ ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കും. ഞാൻ ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കും. ഇവളങ്ങനെയൊക്കെ അന്വേഷിച്ചു. ആളുകളൊക്കെ അവിടെ സ്നേഹത്തെ, അവിടെ ആ ഉദ്വേഗത്തെയൊക്കെ തല്ലിക്കെടുത്താൻ ശ്രമിച്ചെങ്കിലും അവൾ ജാഗ്രതയോടെ അന്വേഷിക്കുകയും സ്നേഹത്തിൽ കുറവില്ലാതെ ആദ്യ സ്നേഹത്തിൽ തന്നെ തുടരുകയും ചെയ്തു. ഒരു രാത്രി അവൾ റെസ്റ്റ്ലെസ് ആയിട്ട് അവിടെ ബെഡിൽ അവിടെ മെത്തയിൽ അസ്വസ്ഥയായിട്ട് കിടക്കുമ്പോൾ ഷീ നോട്ടീസ്ഡ് എ ഫ്രാഗ്രൻസ്. അവിടെ ഒരു സുഗന്ധം പരക്കുന്നത്, അവിടെ മുറിക്കകത്തല്ല ഒരു സുഗന്ധം പരക്കുന്നത് അവൾ അനുഭവിച്ചറിഞ്ഞു. അത് അന്ന് കാലത്ത്, നിങ്ങൾ ആ കഥയുടെ ആ കാലത്തേക്ക് പോവുകയാണെങ്കിൽ അന്ന് കാലത്തെ പ്രണയിക്കുന്ന ആളുകൾ ഡോറിൻ്റെ ഹാൻഡിലിൽ സുഗന്ധം വെച്ചിട്ട് പോകുന്നൊരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സുഗന്ധം വെച്ചേച്ച് പോയാൽ ആളവിടെ അടുത്തെവിടെയോ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ സുഗന്ധം അവിടെ മുറിയിൽ പരന്നപ്പോൾ അവൾ കതക് തുറക്കാനായിട്ട് ചെല്ലുന്നു. 5-ാം അധ്യായം 5-6 വാക്യങ്ങൾ. എൻ്റെ പ്രിയന് തുറക്കേണ്ടതിന് ഞാൻ എഴുന്നേറ്റു. എൻ്റെ പ്രിയന് തുറക്കേണ്ടതിന് ഞാൻ എഴുന്നേറ്റു. എൻ്റെ പ്രിയന് തുറക്കേണ്ടതിന് ഞാൻ എഴുന്നേറ്റു. എൻ്റെ കൈ മൂറും എൻ്റെ വിരൽ മൂറിൻ തൈലവും തഴുതു പിടികളിന്മേൽ പൊഴിച്ചു. അപ്പോൾ അവൻ്റെ സുഗന്ധം അവൻ വെച്ചു, ഞാൻ എൻ്റെ സുഗന്ധവും ആ തഴുതു പിടി, ഞാനും ഇവിടെ ഉണ്ട്, എൻ്റെ സ്മെല്ല് ഇതാണ് എന്ന് ഞാനും അറിയിക്കുകയാണ്. ഓക്കെ, ഞാൻ എൻ്റെ പ്രിയന് വേണ്ടി തുറന്നു. ഞാൻ എൻ്റെ പ്രിയന് വേണ്ടി തുറന്നു. എൻ്റെ പ്രിയനോ പോയി കളഞ്ഞിരുന്നു. എൻ്റെ പ്രിയനോ പോയി കളഞ്ഞിരുന്നു. അവൻ സംസാരിച്ചപ്പോൾ ഞാൻ വിവശയായിരുന്നു. അപ്പൊ അവൻ ആ ശബ്ദം കേൾക്കുന്നത് അതുകൊണ്ട് അവൻ സംസാരിച്ചപ്പോൾ ഞാൻ വിവശയായിരുന്നു. ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടില്ല. ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടില്ല. ഞാൻ അവനെ വിളിച്ചു, അവൻ ഉത്തരം പറഞ്ഞില്ല. ഇതൊക്കെ നമ്മുടെ അനുഭവമാണോ? സ്നേഹം കണ്ടോ? അവിടെ അവൻ്റെ ഫ്രാഗ്രൻസ്, അവൻ്റെ പ്രസൻസ് അവിടെ ഉണ്ട്, പക്ഷെ അവനെ കാണാനായിട്ട് കഴിയുന്നില്ല. ബട്ട് ഷീ ന്യൂ ദാറ്റ് ഹി ഹാഡ് ബീൻ ദെയർ. അവനവിടെ, അതുകൊണ്ടാണ് ഈ സുഗന്ധം വന്നത്. അവൻ അവിടെ എവിടെയോ ഉണ്ട് എന്ന് അവൾക്ക് അറിയാമായിരുന്നു. ഷീ ന്യൂ ദാറ്റ് ഹി റിയലി ഹാഡ് നോട്ട് ഫോർഗോട്ടൺ ഹെർ. അവളെ മറന്നിട്ടില്ല, അതുകൊണ്ടാണ് ഓർമ്മയുണ്ട്, അവൻ വന്നിട്ടുണ്ട് എന്ന് അവൻ. ആൻഡ് ഷീ ന്യൂ ദാറ്റ് ഹി വിൽ കം അഗെയിൻ. തീർച്ചയായിട്ടും വരും എന്നുള്ള ഉറപ്പ് അവൾക്ക് ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമുക്കും വേണ്ടത് കേട്ടോ. കർത്താവ് അവിടെ തന്നെ ഉണ്ട്, അവൻ നമ്മളെ മറന്നിട്ടില്ല, അവൻ എന്നെ അന്വേഷിച്ച് വരും. അങ്ങനെയാണെങ്കിൽ അവൻ്റെ സുഗന്ധം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വമിക്കുന്നുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അതോ നമ്മൾ കുറച്ച് മതപരമായ ജിമിക്സൊക്കെ സഭയുടേതായ ഒരു ആചാര അനുഷ്ഠാനങ്ങളൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ കടന്നു പോകുന്നതേ ഉള്ളൂ? അവൻ്റെ സുഗന്ധം, നമ്മുടെ സുഗന്ധം ഒക്കെ ഇവിടെ പരക്കുന്നുണ്ടോ എന്ന് നാം അന്വേഷിക്കണം. അവൾക്കൊരു കാര്യം നല്ല ഉറപ്പായിരുന്നു, അവൻ എന്നെ കൈവിടുകയില്ല, അവൻ എന്നെ ഉപേക്ഷിക്കുകയില്ല, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞവൻ തീർച്ചയായിട്ടും എൻ്റെ വാതിലിന് അടുക്കൽ തന്നെ ഉണ്ട്. അവൻ വളരെ അടുക്കൽ തന്നെ, അവൻ വാതിൽക്കൽ തന്നെ ഉണ്ട്. അവൻ്റെ സ്മെൽ, പൗലോസ് തടവിലായിരുന്നപ്പോൾ പറഞ്ഞതുപോലെ, എല്ലാവരും എന്നെ കൈവിട്ടാലും എൻ്റെ കർത്താവ് എന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞ കർത്താവ് അവൻ വരും, വരാതിരിക്കുകയില്ല. ഈ ഒരു ഉറപ്പിലാണ് അവൾ അവിടെ ദിവസങ്ങൾ പിന്നെയും തള്ളി നീട്ടുകൊണ്ടിരുന്നത്. പിന്നെയും ഒരു ദിവസം, ഇവിടെയൊക്കെ ഓരോ സീൻ തിരിയുന്നുണ്ട് കേട്ടോ. പിന്നെയും ഒരു ദിവസം അവൾ അവിടെ മുന്തിരിത്തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറു കുറുക്കന്മാരെ തന്നെ പിടിച്ചത്. അതായത് നമ്മുടെ ഈ സ്നേഹത്തെയൊക്കെ നശിപ്പിക്കാൻ, നമ്മുടെ അധ്വാനത്തെയൊക്കെ നശിപ്പിക്കുന്നതിനായിട്ട് പിശാച് നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കുകയാണ്. മീൻസ് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ പ്രണയം മൂത്തു, അത് ഫലം കായ്ക്കുവാൻ പോവുകയാണ്. കർത്താവ് നമ്മളെ സ്വീകരിക്കുക, എന്നാൽ അതിനെ കുത്തിക്കളയുന്ന, അതിനെ നശിപ്പിച്ച് കളയുന്ന കുറുക്കന്മാർ. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കുകയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറു കുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവിൻ. എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ. കണ്ടോ? എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൾ. അപ്പോൾ ഈ ചെറു കുറുക്കന്മാര് മുന്തിരിങ്ങ തിന്ന് കളയാതിരിക്കാനായിട്ട് വള്ളികൾ വകഞ്ഞു മാറ്റി നോക്കിക്കൊണ്ട് ശുശ്രൂഷിച്ചുകൊണ്ട് ഇവളിങ്ങനെ ഈ മുന്തിരിത്തോട്ടത്തിനകത്ത് നടക്കുമ്പോൾ നിലത്ത് പടർന്നു കിടക്കുന്ന വള്ളികൾ കല്ലുകൊണ്ടൊക്കെ പൊക്കി വെച്ച് കുറുക്കന്മാരെ കാണത്തക്ക തരത്തിൽ വളരെ കെയർഫുള്ളായിട്ട് ഈ മുന്തിരിത്തോട്ടം പരിചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് റോഡിൽ, തേരിൽ ഒരു പുകത്തൂൺ കാണുകയാണ്. 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, മൂറും കുന്തിരിക്കവും കൊണ്ട് കച്ചവടക്കാരൻ്റെ സകലവിധ സുഗന്ധ ചൂർണങ്ങൾ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്ന പുകത്തൂൺ പോലെ. ഞാൻ ഒരു പുകത്തൂൺ, പെട്ടെന്ന് സുഗന്ധമുള്ള ഒരു പുകത്തൂൺ പോലെ മരുഭൂമിയിൽ നിന്ന്
കയറി വരുന്നോനിവനാര്? അപ്പോൾ ആരോ പ്രമുഖനായ ഒരാള് സൗരഭ്യം പുലർത്തിക്കൊണ്ട് ഒരു പുകത്തൂൺ പോലെ കടന്നു വരുന്നു. അത് ആര് എന്ന് ചോദിക്കുകയാണ്. അതിന്റെ ഉത്തരം 7-ാം വാക്യത്തിലാണ്. ശലോമോന്റെ പല്ലക്ക് തന്നെ. ഇസ്രായേൽ വീരന്മാരിൽ 60 വീരന്മാർ അതിന്റെ ചുറ്റുമുണ്ട്. അപ്പം ഇത് ശലോമോൻ രാജാവ് തന്നെയാണ് വരുന്നത്. അവന് ബാൽമോനിൽ എന്തുണ്ട്? ഒരു മുന്തിരിത്തോട്ടമുണ്ട്. അവിടെയാണ് ഇവൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പ്രേമം അതിൻ്റെ തലങ്ങളൊക്കെ വേറെയായിരുന്നു. ഇപ്പോൾ അവൾ വീണ്ടും ഈ മുന്തിരിത്തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശലോമോൻ്റെ പല്ലക്ക്, അതിൻ്റെ സ്വീറ്റ് സേവർ, അതിൻ്റെ മനോഹരമായിട്ടുള്ള സുഗന്ധമൊക്കെ പൊങ്ങുന്നു. അവനങ്ങോട്ട് വരുന്നു. ഇസ്രായേലിലെ വീരന്മാർ 60 പേര് അതിൻ്റെ ചുറ്റിലുണ്ട്. പക്ഷേ അവൾക്ക് ഇതൊരു സാധാരണ കാഴ്ചയാണ്. ഇങ്ങനെ പലപ്പോഴും കടന്നു പോകാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഷീസ് ബിസി, ഷീ ഡോണ്ട് നോ സോളമൻ. ശലോമോൻ ആരാണ്, രാജാവ് ആരാണെന്നൊന്നും അവൾക്കറിയാൻ പാടില്ല. നേരത്തെ പറഞ്ഞില്ലേ, ആളുകളൊക്കെ പറഞ്ഞാൽ നീ ഒരു നാടൻ പൊട്ടിപ്പെണ്ണ്, നിനക്ക് രാജാവിനെയോ അല്ലെങ്കിൽ ഈ സ്നേഹത്തെയോ ഒക്കെ അറിയാമോ? അതുകൊണ്ട് അവൾ അതിനെക്കുറിച്ചൊന്നും കൺസേൺഡ് അല്ല. ഷീസ് ബിസി വർക്കിംഗ് അല്ലേ. അവൾ അവിടെ ജോലി വളരെ സൂക്ഷ്മതയോടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് അവിടെ അടുക്കൽ ഒരാൾ വന്നിട്ട് അവളോട് പറയുകയാണ്. അവൾ എക്സൈറ്റഡ് ആകുകയാണ്. അവളോട് പറഞ്ഞു, ശലോമോൻ രാജാവ് നിന്നെ വിളിക്കുന്നു. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. ശലോമോൻ നിന്നെ വിളിക്കുന്നു. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, എന്നെയോ? ഞാനവനെ അറിയത്തില്ല, ഞാനവനെ ഒരിക്കലും കണ്ടിട്ടില്ല, എന്നെ എന്തിനാണ് അവൻ വിളിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മളങ്ങനെ ചോദിക്കുകയല്ലേ. അങ്ങനെ ഒരു അനുഭവം ഇല്ല. എന്നാൽ 2-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതാ എൻ്റെ പ്രിയന്റെ സ്വരം. അതാ എൻ്റെ സ്വരം കേട്ടപ്പോൾ മനസ്സിലായി ഇവൻ തന്നെയായിരുന്നു എൻ്റെ പ്രിയൻ അല്ലേ. അതാ എൻ്റെ പ്രിയന്റെ സ്വരം. അവൻ മലകളിന്മേൽ ചാടിയും കുന്നുകളിന്മേൽ കുതിച്ചും കൊണ്ടുവരുന്നു. കാര്യം മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. ഓക്കെ. എൻ്റെ പ്രിയൻ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യൻ. ഇതാ അവൻ നമ്മുടെ മതിലിന് പുറമേ നിൽക്കുന്നു. അവൻ കിളിവാതിലിലൂടെ നോക്കുന്നു. അവൻ ഈ പല്ലക്കിന്റെ കിളിവാതിലൂടെ നോക്കുന്നു. അഴികൾക്കിടയിൽ കൂടി ഒളിഞ്ഞു നോക്കുന്നു. എന്റെ പ്രിയൻ എന്നോട് പറഞ്ഞത്, എന്റെ പ്രിയൻ എന്നോട് പറയുകയാണ്, എന്റെ പ്രിയേ എഴുന്നേൽക്കുക. എന്റെ സുന്ദരി വരിക. ശീതകാലം കഴിഞ്ഞു. മഴയും മാറിപ്പോയല്ലോ. പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു. വള്ളിത്തല മുറിക്കുന്ന കാലം വന്നിരിക്കുന്നു. കുറുപ്രാവിന്റെ ശബ്ദവും നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു. അത്തിക്കായകൾ പഴുക്കുന്നു. മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം വീശുന്നു. എന്റെ പ്രിയേ എഴുന്നേൽക്കുക. എന്റെ സുന്ദരി വരിക. അപ്പൊ ഷീ വാസ് ബ്രോട്ട് ബിഫോർ ദ കിങ്. എന്റെ പ്രിയേ വരിക, എന്റെ സുന്ദരി വരിക എന്ന് ശലോമോൻ വിളിച്ചപ്പോൾ അവളെ രാജാവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് നിർത്തുകയാണ്. അവള് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആരെയാ കണ്ടത്? അവളെ സ്നേഹിച്ച അല്ലേ, അവളുടെ പ്രിയൻ, അവളോട് വരാം എന്ന് പറഞ്ഞ് പോയ ആ പ്രിയനെയാണ് അവളവിടെ കാണുന്നത്. സോ ഹു വാസ് കിങ് സോളമൻ എന്ന് ചോദിച്ചാൽ, ഹീസ് ഹെയർ ഷെപ്പേർഡ് ആൻഡ് ഹി ഹാസ് കം ഫോർ ഹെയർ. നിന്നെ ചേർക്കാൻ വരാം എന്ന് പറഞ്ഞ ആ ആൾ തന്നെ, അവളെ ഒരു പ്രമുഖനാണെന്നൊക്കെ മനസ്സിലാക്കിയ ആൾ തന്നെ ഇപ്പോൾ അവളെ കാത്തിരിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ഇതാണ് കർത്താവിൻ്റെ വാഗ്ദത്തം. നനച്ചിരിക്കാത്ത നാഴികയിൽ ശുശ്രൂഷയുടെ നടുവിൽ അവൻ നമുക്കായി പ്രത്യക്ഷപ്പെടും. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവയെ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കും, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അവൻ അങ്ങനെ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അവൻ നമ്മൾ നനച്ചിരിക്കാത്ത കാലത്ത് നമ്മെ ചേർക്കുവാൻ വരും. 2-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ ഒന്നുകൂടെ വായിച്ചാൽ, ശീതകാലം കഴിഞ്ഞു, മഴയും മാറിപ്പോയല്ലോ. പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു. വള്ളിത്തല മുറിക്കും കാലം വന്നിരിക്കുന്നു. കുറുപ്രാവിന്റെ ശബ്ദവും നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു. അത്തിക്കായകൾ പഴുക്കുന്നു. മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം വീശുന്നു. എന്റെ പ്രിയേ എഴുന്നേൽക്കുക. എന്റെ സുന്ദരി വരിക. പാറയുടെ പിളർപ്പിലും കടും തൂക്കത്തിന്റെ മറവിലും എൻ്റെ പ്രിയെ എഴുന്നേൽക്കുക, എൻ്റെ സുന്ദരി വരിക എന്ന് പറഞ്ഞുകൊണ്ട് വൺ ഓഫ് ദീസ് ഡേയ്സ് ഹീ ഈസ് ഗോയിങ് ടു കം. നമ്മളെ വിളിക്കുന്നതിനായിട്ട്, നമ്മളെ ചേർക്കുന്നതിനായിട്ട് നമ്മുടെ കർത്താവ് ഇങ്ങനെ ഒരു ദിവസം വന്ന് ഈ ലോകത്തിൽ നമ്മളെ വിളിച്ച് വേർതിരിച്ച് അവൻ്റെ പല്ലക്കിൽ നമ്മളെ ചേർത്ത് അവൻ്റെ ആ കൊട്ടാരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, മാൻഷൻസ്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അങ്ങോട്ട് നമ്മളെ ചേർക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ ചേർക്കുവാൻ വരുന്നു. അതിൻ്റെ ഒരു സുന്ദര ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. എന്നാൽ നമ്മൾ ഈ കാര്യത്തിലൊക്കെ എങ്ങനെ അവനോട്
പ്രേമബദ്ധരായിരിക്കുന്നു. ആർ യു ഇൻവോൾവ് ഇൻ ദിസ് വേൾഡ്? ഈ ലോക കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്തിട്ട് അവൻ നമ്മളെ വന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കത്തക്ക തരത്തിലുള്ള ഒരു അലേർട്ട്നെസ്സിലാണോ നാം ഇരിക്കുന്നതെന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടതാണ്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്, ലോകം അതിൻ്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും എന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് വീണ്ടും 2-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വീണ്ടും ഒന്നുകൂടെ വായിക്കുന്നത് നന്നായിരിക്കും. ശീതകാലം കഴിഞ്ഞു, മഴയും മാറിപ്പോയല്ലോ, പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു, വള്ളിത്തലമുറയ്ക്കും കാലം വന്നിരിക്കുന്നു, കുറുപ്രാവിന്റെ ശബ്ദവും നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു, അത്തിക്കായകൾ പഴുക്കുന്നു, മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം വീശുന്നു. എന്റെ പ്രിയ എഴുന്നേൽക്കുക, എന്റെ സുന്ദരി വരിക, പാറയുടെ പിളർപ്പിലും കടുന്തൂക്കത്തിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ, നിന്റെ സ്വരം ഇമ്പമുള്ള മുഖ സൗന്ദര്യമുള്ളതുപോലെ ആകുന്നു. നിന്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതുമാകുന്നു. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കുകയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവൻ. ഇവിടെ നമ്മൾ വായിച്ച പാറയുടെ പിളർപ്പിലും കടുംതൂക്കത്തിന്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ, നിന്റെ സ്വരം ഇമ്പമുള്ളതും നിന്റെ മുഖം സൗന്ദര്യമുള്ളതുമാകുന്നു. ഈ പാറയുടെ പിളർപ്പിലാണ് കർത്താവ് നമ്മളെ ഒളിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതികൾ എത്ര മഹത്വമുള്ളതാണ് എന്ന് ഓർക്കുക. 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിച്ചതുപോലെ, അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു, എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. അപ്പം നേരത്തെ മേടിച്ചു കൊടുത്ത ഡിന്നറിനേക്കാളൊക്കെ വലിയൊരു സ്ഥലത്തേക്കാണ് അവൻ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവിടെ അബ്രഹാമും ഇസഹാക്കും ഒക്കെ പന്തിയിലിരിക്കുന്ന ആ മഹനീയമായ സന്നിധിയിലേക്ക് നമ്മളെ സ്നേഹത്തിൻ്റെ കൊടി പിടിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടു പോകുന്നതിനായിട്ട് കർത്താവ് വരുന്നു. അങ്ങനെയാണെങ്കിൽ സാൽവേഷൻ ഈസ് എ ലവ് അഫെയർ. രക്ഷ എന്ന് പറയുന്നത് ഒരു സ്നേഹബന്ധമാണ്, ഒരു മതാചാരണമല്ല. നിത്യത, ഈ വെഡഡ് ലവ്, വിവാഹബന്ധത്തിൽ മരണം നമ്മെ വേർപിരിക്കും വരെ ഒരുമിച്ച് ജീവിക്കുവാൻ തീരുമാനിക്കുന്നത് പോലെയുള്ള ഒരു ഉറ്റ സ്നേഹബന്ധത്തിലേക്കാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നതെന്ന് ഈ പുസ്തകം വളരെ ശക്തമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ ഈ സഭയെക്കുറിച്ചുള്ള മറ്റൊരു സുന്ദര ചിത്രം കൂടെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അരുണോദയം പോലെ ശോഭയും, നമ്മളിപ്പോൾ സഭ വളരെ മോശമാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും അരുണോദയം പോലെ ശോഭയും, ചന്ദ്രനെ പോലെ സൗന്ദര്യവും, സൂര്യനെ പോലെ നിർമ്മലതയും, കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരത്വവും ഉള്ളവരിവൻ ആര്? കണ്ടോ, ഈ സൂര്യനെ അരുണോദയം പോലെ ശോഭയുള്ള ഭയങ്കരത്വമുള്ള ഒരാളായിട്ടാണ് സഭ കയറി വരുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ 60 രാജ്ഞികളും 80 വെപ്പാട്ടികളും അസംഖ്യം കന്യകമാരും ഒക്കെ ഉള്ളതായിട്ട്, രാജാവിന് അങ്ങനെ ഒത്തിരി പേരൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ പ്രാവും എൻ്റെ നിഷ്കളങ്കയുമായവളോ ഒരുത്തി മാത്രം. നമുക്ക് ആ വാക്യങ്ങൾ 60 രാജ്ഞികളും 80 വെപ്പാട്ടികളും അസംഖ്യം കന്യകമാരും ഉണ്ടല്ലോ, എൻ്റെ പ്രാവും എൻ്റെ നിഷ്കളങ്കയുമായുള്ളവളോ ഒരുത്തി മാത്രം. അപ്പോൾ ശലോമോന് ഭാര്യമാരുടെ കുറവൊന്നും ഉണ്ടായിട്ടല്ല, എന്നാൽ ഇയാളെ ചേർക്കാൻ വന്നതുപോലെ കർത്താവിനെ സ്നേഹിക്കുന്നവരൊക്കെ ഒരുപാട് പേര് കാണും. എന്നാൽ കർത്താവിൻ്റെ മണവാട്ടി സഭയെ, ശോഭാപൂർണയായ തേജസ്വിയായ ആ സഭയെ ചേർക്കുന്നതിനായിട്ട് കർത്താവ് വരുമ്പോൾ പറയുകയാണ്, രാജ്ഞികളും വെപ്പാട്ടികളും ഒക്കെ ഉണ്ടാകാം, അസംഖ്യം കന്യകമാരുണ്ടാകാം, എന്നാൽ എൻ്റെ പ്രാവും എൻ്റെ നിഷ്കളങ്കയുമായവളോ ഒരുത്തി മാത്രം. ആ മണവാട്ടി സഭയിൽ ഞാൻ അംഗമാണോ, നിങ്ങൾ ഓരോരുത്തരും അംഗമാണോ എന്ന് നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ടതാണ്. ശലോമോൻ തന്നെ എഴുതിയ സദൃശ്യവാക്യത്തിലേക്കൊന്ന് പോയാൽ 31-ാം അധ്യായത്തിൻ്റെ 29 മുതലുള്ള വാക്യങ്ങളിൽ അനേകം തരുണികൾ സാമർഥ്യം കാണിച്ചിട്ടുണ്ട്, എന്നാൽ നീയോ അവരെല്ലാവരിലും ശ്രേഷ്ഠയായിരിക്കുന്നു. എന്താ അതിൻ്റെ കാരണം? ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു, യഹോഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടുമെന്ന് നാം വായിക്കുന്നു. അനേകം തരുണികൾ സാമർഥ്യം കാണിച്ചിട്ടുണ്ട്, നീയോ അവരെല്ലാവരിലും ശ്രേഷ്ഠയായിരിക്കുന്നു. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു, യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. യഹോവ ഭക്തിയുള്ള സ്ത്രീയോ എന്ന് പറഞ്ഞാൽ കർത്താവിൽ ഏകാഗ്രചിത്തയായിട്ട് ആ പരിഹാസത്തിൻ്റെ ഒക്കെ നടുവിൽ, നിന്നയുടെ നടുവിൽ, ഒരുപാട് വെയിൽ കൊള്ളേണ്ടി വന്ന സാഹചര്യത്തിൽ, ശുശ്രൂഷയുടെ നടുവിലൊക്കെ ആ പ്രിയനെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരുന്ന ശൂലേങ്കാരത്തിയെ നിങ്ങളൊന്ന് ഹൃദയത്തിൽ കണ്ടാട്ടെ. അങ്ങനെ ഇരിക്കുവാൻ തക്കവണ്ണം എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചിരിക്കുന്നു എന്ന ഏറ്റവും മനോഹരമായ ഒരു സ്നേഹഗീതമാണ് ഈ ഉത്തമഗീതം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവനായിട്ട് തന്നെ കാത്തിരിക്കാം. എൻ്റെ പ്രാവും
എൻ്റെ നിഷ്കളങ്കയുമായവളോ ഒരുത്തി മാത്രം എന്ന് കർത്താവ് പറയുമ്പോൾ ഞാൻ ആ അംഗത്തിൽ, ആ സഭയിലൊരു അംഗമാണോ എന്നുള്ളത് നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടതാണ്. നമുക്ക് ആ പ്രിയനെ കാണാനായിട്ട് ആർത്തിയോടെ കാത്തിരിക്കുകയും ഒരു ദിവസം നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മെ ചേർക്കുവാൻ അവൻ വരുമെന്നുള്ള പ്രത്യാശയാൽ നിറയുകയും ചെയ്തുകൊണ്ട് ഈ പുസ്തകം വായിക്കണം, ഈ പുസ്തകം പഠിക്കണം. അപ്പോഴാണ് അത് നമുക്ക് പ്രയോജനകരമായി തീരുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് മഹത്വം. ആമേൻ.